ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരസ്പര സ്തുതിയെല്ലാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുക, ശാന്തമായിട്ടിരുന്നേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അനുഗ്രഹിച്ചു തന്ന ഒരു രാത്രിയിലാണ്, വലിയൊരു അനുഗ്രഹത്തിൻ്റെ രാത്രി. നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ ഇപ്പോൾ അഭിവന്ദ്യ പിതാവിൻ്റെ ബ്ലെസ്സിങ് ഒക്കെ നമുക്ക് കിട്ടി. വലിയൊരു രാത്രി, അനുഗ്രഹത്തിൻ്റെ രാത്രി. എനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നേ. എൻ്റെ ജീവിതത്തിൽ ഈ ഉറാല വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. പിതാവ് പെട്ടെന്ന് വന്ന് ഈ ഉറാല എടുത്ത് ഉപയോഗിച്ചു. ഒത്തിരി സന്തോഷം. വേറെ ആരും തൊട്ടിട്ടില്ല. ഞാൻ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇതുകൊണ്ട് പോയിട്ട് അവരെ കൊണ്ട് തൊട്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അതൊരു ശീലമാണ്. ഈ ബൈബിള് തൊട്ട് പ്രാർത്ഥിപ്പിക്കും, ഊറാലയും തൊട്ട് പ്രാർത്ഥിപ്പിക്കും. പക്ഷെ ഇതുവരെ ആർക്കും ഇടാൻ കൊടുത്തിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം, ഒത്തിരി അനുഗ്രഹമായിട്ട് അത് മാറട്ടെ. ഇരിങ്ങാലക്കുടയിലെ എല്ലാ കൃപയും എനിക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും സ്വാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആ കൃപയും നന്മയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അത് നമുക്ക് പരസ്പരം ഷെയർ ചെയ്ത് ഈശോയുടെ കൂടെ ഈ രാത്രി നമ്മൾ ഇരിക്കുകയാണ്. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ ഒരു കാര്യം വായിക്കുന്നുണ്ട്. ബൈബിൾ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവ പശ്ചാത്തലമാണ്. യഹൂദജനം ഈജിപ്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ അനുഭവിച്ച് മോശയുടെ നേതൃത്വത്തിൽ അവർ പുറത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? മോശ, അല്ലേ? മോശയാണ്. അപ്പോൾ മോശയ്ക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഈ ജനത്തെ ഈ ഫറവോയുടെ കയ്യിൽ നിന്ന് മുമ്പോട്ട് നയിക്കുന്ന ആ തലേ രാത്രിയെക്കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അടിമത്തത്തിലായിരുന്ന തൻ്റെ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. ഇംഗ്ലീഷ് ബൈബിളിലെ ഒരു വേർഷനിൽ നമ്മളിങ്ങനെ വായിക്കും, ദ ലോർഡ് കെപ്റ്റ് വിജിൽ. നൈറ്റ് വിജിൽ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, അല്ലേ? രാത്രിയിൽ ഉണർന്നിരുന്ന് ജാഗ്രത നിൽക്കുന്ന വെച്ചാൽ തൻ്റെ ജനം രക്ഷ പ്രാപിക്കാൻ വേണ്ടി, തൻ്റെ ജനം ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി, അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ജാഗ്രതായി വർത്തിച്ച രാത്രി, കർത്താവ് ഉണർന്നിരുന്ന രാത്രി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ഉണർന്നിരിക്കുന്നത്. ആരാണ് ഉണർന്നിരിക്കുന്നത്? കർത്താവ് ഉണർന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദേവാലയത്തിൽ മാമോദിസ മുങ്ങിയവരുന്ന കൈർത്താവും, ഈ ദേവാലയത്തിൽ വെച്ച് മാമോദിസ മുങ്ങിയിട്ടുള്ളവർ, ബാക്കിയുള്ളവരൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഇവിടെ മാമോദിസ മുങ്ങിയില്ല, ഇല്ല. ഇത് കുഞ്ഞു കൈയൊക്കെ അവിടെ പൊങ്ങുന്നുണ്ടല്ലോ. നന്നായിട്ട് കൈവർത്തിക്ക്. ഈ പള്ളിയിൽ മാമോദിസ മുങ്ങിയിട്ടുള്ളവർ കൈ താത്തി. ഈ പള്ളി പണിതിട്ട് എത്ര വർഷമായിരുന്നു? വല്ല പിടിയുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദേവാലയം കൂദാശകർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ രൂപതയിൽ, ഏത് രൂപതയിലാണെങ്കിലും അഭിവന്ദ്യ പിതാവ്, ഏത് റൈറ്റിലുള്ള ദേവാലയമാണെങ്കിലും, സിറോ മലബാറോ മലങ്കരയോ ലാറ്റിൻ പള്ളികളിലാണെങ്കിലും ദേവാലയം കൂദാശ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഇങ്ങനെ അഭിവന്ദ്യ പിതാക്കന്മാർ ഈ റൂസ്മ ചെയ്ത് പവിത്രീകരിക്കുന്ന സമയത്ത് ചൊല്ലാറുണ്ട്. ആ പ്രാർത്ഥന കടം കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ജെറുസലേമിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? ആര് പണിതാണ്? മേസ്രി അല്ല, ആര് പണിത? സോളമൻ ആരാണ്? സോളമൻ രാജാവാണ്. അപ്പോൾ സോളമൻ രാജാവ് ഈ ദേവാലയം കൂദാശകർമ്മമല്ല, നമ്മളിന്ന് ഉപയോഗിക്കുന്ന വാക്കതാണ്, അന്ന് ദേവാലയ പ്രതിഷ്ഠ. ഈ ദേവാലയം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ തലേ രാത്രി ഇങ്ങനെ ഉണർന്നിരുന്ന് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിൽ വെച്ച് അങ്ങയുടെ ദാസർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അങ്ങയുടെ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന വളരെ സിമ്പിളാണ്. അങ്ങയുടെ ദാസർ, അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിൽ വെച്ച് അങ്ങയുടെ ദാസർ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ അങ്ങയുടെ കടാക്ഷം ഈ ആലയത്തിന്റെ മേൽ ഉണ്ടായിരിക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയ. കടാക്ഷം എന്ന് വെച്ചാൽ എന്താ? അനുഗ്രഹമാണോ? എന്നാ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ. കടാക്ഷം എന്താണ്? നോട്ടം, എത്തിനോട്ടം, വായു നോട്ടം, തുറിച്ചു നോട്ടം, വിച്ചു നോട്ടം. ഏത് നോട്ടമാണ്? കടാക്ഷം എന്താ? പണ്ടൊരു സ്കൂൾ എവിടെ, കോട്ടയം സൈഡിലാണ്, എരുമേലിയിലും കണ്ടത് എൻ്റെ ഓർമ്മ. ഒരു നഴ്സിംഗ് കോളേജിൽ ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സാഹചര്യത്തിൽ ഈ വചനം പറഞ്ഞു. അപ്പോൾ കടാക്ഷം ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ച്, ഭയങ്കര സ്മാർട്ടായിട്ടൊരു കൊച്ച് എഴുന്നേറ്റ് തോന്നുന്നു, കടം കയറി ഇഷ്ട വരച്ച് ഇമ്മെന്നായി പോകുന്ന സമയമാണ് കടാക്ഷം എന്ന്. അതല്ല കടാക്ഷം. കടാക്ഷം ഒരു നോട്ടമാണ്. വളരെ കരുണയോടെ, വളരെ സ്നേഹത്തോടെ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നോട്ടമാണത് കടാക്ഷം. ഇപ്പോൾ സോളമൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മൾ നിങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക് നിങ്ങൾ വരുമ്പം, നിങ്ങളുടെ ദേവാലയം എവിടെയാണോ ആ ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ വരുമ്പോൾ ഈ പ്രാർത്ഥന മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. കർത്താവേ, അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിൽ വെച്ച് അങ്ങയുടെ ദാസർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അങ്ങയുടെ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവ് ആ രാത്രിയിൽ സോളമൻ ഉത്തരം കൊടുക്കുന്നതായിട്ട് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് കൊടുക്കുന്ന ഉത്തരം ഇതാണ്: സോളമൻ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു,
നിന്റെ ആ പ്രാർത്ഥന അനുസരിച്ച് എൻ്റെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിൽ എന്നെ ആരാധിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് വെച്ച് എൻ്റെ മക്കൾ, എൻ്റെ ദാസർ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ എൻ്റെ കണ്ണും കാതും ഈ ആലയത്തിൻ്റെ നേരെ സദാസമയം തുറന്നിരിക്കും. സോളമൻ പ്രാർത്ഥിച്ച്, കർത്താവെ കണ്ണു തുറന്നിരിക്കണേന്നാണ്, കടാക്ഷം ഉണ്ടാകണേന്നാണ്. കർത്താവ് മറുപടി കൊടുത്തു, എൻ്റെ കണ്ണും കാതും തുറന്നിരിക്കും. എപ്പോ? സദാസമയം തുറന്നിരിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വഴിയിലിരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണ് തുറന്നു പിടിച്ച്, ചെവി തുറന്നു പിടിച്ച് സദാസമയം കർത്താവ് ഇതിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു സ്ഥലം. അത് നമ്മുടെ ഇടവക ദേവാലയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ധ്യാനം പറയാൻ, വചനം പറയാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ ബോധ്യത്തോടുകൂടി പറയാണ്, ഏറ്റവും വലിയ തീർത്ഥാടനങ്ങൾ, ഞാൻ പല രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നിഖിലൊക്കെ പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മ എന്നെ കൊണ്ട് നടന്ന സ്ഥലങ്ങൾ അത്ര അത്ഭുതകരമായ സ്ഥലങ്ങളാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഒത്തിരി സ്ഥലങ്ങൾ കൊണ്ടുപോയി. പക്ഷെ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഉറച്ച ബോധ്യത്തോടെ ഞാൻ പറയുന്നു, ഈശോയുടെ സന്നിധിയിൽ നിന്ന് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന തീർത്ഥാടന കേന്ദ്രം, ഏറ്റവും നല്ല വചനം കേൾക്കുന്ന ധ്യാന കേന്ദ്രം, ഏറ്റവും അഭിഷേകം നടക്കുന്ന സ്ഥലം അത് നമ്മുടെ ഇടവക ദേവാലയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അത് തുടക്കത്തിൽ ചോദിച്ചു, ഇവിടെ വെച്ചാണ് നിങ്ങൾ മാമോദീസ മുങ്ങിയത്, ഇവിടെ വെച്ചാണ് നിങ്ങൾ പല കൂദാശകളും സ്വീകരിച്ചത്, ഇവിടെ വെച്ചാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശുദ്ധ കുർബാന അർപ്പിച്ചത്, ഇവിടെ വെച്ചാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കുമ്പസാരിച്ചത്, ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. ഇനി ഒരു സമയവും ഇല്ലാത്തൊരു സമയം വരും. ആ സമയത്തും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് എവിടെയാണ്? ഈ ദേവാലയ പരിസരത്താണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം, വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് നിൽക്കുന്നത്, ഒരു അത്ഭുത തീർത്ഥാടന കേന്ദ്രം, ഒരു അഭിഷേകത്തിൻ്റെ ഇടം നമ്മുടെ ദേവാലയമാണ്. അതിൻ്റെ പ്രത്യേകത, കർത്താവിൻ്റെ കണ്ണും കാതും സദാസമയം തുറന്നിരിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന നമ്മുടെ നേരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ ഈശോയുടെ കണ്ണും കാതും തുറന്നിരിക്കുന്നു. പലതരം പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പിതാവിൻ്റെ അനുഗ്രഹം കിട്ടി, നിഖിലിൻ്റെ സാക്ഷ്യം കേട്ടോ? എന്നാ തോന്നുന്നേ? ജീവിക്കാൻ തോന്നുന്നുണ്ടോ? പരാതി പറയാൻ തോന്നുന്നുണ്ടോ? മുടി കൊഴിഞ്ഞതിൻ്റെ പേരിൽ പള്ളി കയറാത്ത ടീമുകൾ, നഖം വെട്ടിയപ്പം മുറിഞ്ഞു, ചോര വന്നു, കർത്താവിനെ നോക്കാൻ മേലായിരുന്നോ എന്ന് പറഞ്ഞ ടീമുകളാണ് നമ്മൾ, അല്ലേ? കർത്താവ് ഉണ്ടായിട്ട് എന്തൊക്കെ പുകിലുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അവിടെ നിന്നും ഉള്ള ശബ്ദത്തിൽ തൊണ്ടയടഞ്ഞുകൊണ്ട് ആ തൊണ്ടയിൽ ഒരു പൈപ്പും വെച്ചുകൊണ്ട് പറയാണ്, ഈശോ ഇപ്പോഴും കൂടെ ഉണ്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്ന് ഈ സാക്ഷ്യം കേട്ടിട്ടല്ല കണ്ണ് നിറഞ്ഞത്, ഞാൻ കേട്ടിട്ട് എനിക്കൊരു അത്ഭുതം തോന്നി. ഞാൻ നിഖിലിനെ കോപ്പി അടിക്കായിരുന്നോ, നിഖിൽ എന്നെ കോപ്പി അടിക്കായിരുന്നോ എന്ന്. കാരണം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ഓൾമോസ്റ്റ് ഒരേ വചനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേട്ടുന്നുണ്ടോ? ഞാൻ തുടക്കത്തിലൊരു സെഷനിൽ പറഞ്ഞില്ലേ, ഒന്നും വെറുതെ കർത്താവ് വായിക്കൊണ്ട് വെക്കത്തില്ല. എന്തോ ഒരു കാര്യം കർത്താവിന് ഈ കൂട്ടായ്മയ്ക്ക് ആവശ്യമുള്ള ഒരേ ഒരു കാര്യം ഇന്ന് രാത്രി സംസാരിക്കാനുള്ളൂ. അതൊരു, ഞാൻ കുറേ വചനങ്ങളിലൂടെ പറഞ്ഞു തന്നു, ഒരാൾ തൻ്റെ ജീവിതം കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞു തന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുതെന്നും ഇനിയും എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഈശോ കൂടെ ഉള്ള ബോധ്യം വേണമെന്ന് പറഞ്ഞു. ആ ബോധ്യമുള്ള ഒരാൾ ഇവിടെ കിടന്നുകൊണ്ട് നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞു എഴുന്നേക്കാൻ. കേട്ടുന്നുണ്ടോ? കിടന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു എഴുന്നേക്കാൻ. കാരണം അത്രയധികം ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒരു ട്രെയിനിന്റെ ബോഗി വരുന്നത് പോലെ വന്നിട്ടും നിഖില് നേരെ നിന്നു. കാരണം നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സംശയം ഇപ്പോഴും ഈ ഉള്ളിൽ നിൽക്കും. അത്രയ്ക്ക് ഈശോയ്ക്ക് അവനോട് സ്നേഹമാണെങ്കിൽ ഈശോയ്ക്ക് ഇപ്പോൾ അവനെ എഴുന്നേൽപ്പിക്കത്തില്ലേ? ഇപ്പം അവൻ എഴുന്നേൽപ്പിക്കത്തില്ലേ? ഇപ്പം അവൻ എഴുന്നേൽപ്പിക്കത്തില്ലേ? ഇപ്പം അവൻ എഴുന്നേറ്റ് നിന്ന് വചനം പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ ഉള്ളൂ. ഇപ്പം അവനോടെ കിടന്നുകൊണ്ട് പറയുമ്പോൾ അതിനൊരു പവർ കൂടുതലാണ്. ഇപ്പം എനിക്ക് ഈശോയെ പരാതി പറയാൻ എളുപ്പമാണ്, ജിൻസച്ചിന് പരാതി പറയാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ഒരുത്തം പരാതി പറയുന്നില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സാക്ഷ്യം. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നിന്നോണ്ട് അച്ഛന് ഇങ്ങനെ ഓരോ ഘോരം പറഞ്ഞുകൊണ്ടിരിക്കാം, ഈശോ കൂടെയുണ്ട്, സഹനങ്ങളിൽ തളരരുത്. അച്ഛൻ്റെ ഒരു തൊഴി കിട്ടിക്കഴിയുമ്പോൾ അച്ഛനിത് പറയാൻ പറ്റുന്നൊരു സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് കിടന്ന് കാണിച്ചു തന്നത്. പിടിയിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. നിഖിലിനെ കർത്താവ് എന്ന് സൗഖ്യപ്പെടുത്തും, പൂർണ്ണമായിട്ട് തിരിച്ചു വരുമോ നമുക്കറിയില്ല. പക്ഷേ ആ മകൻ്റെ ഉള്ളിലുള്ള പ്രത്യാശ ഇവിടെ ഇരിക്കുന്ന സകല എണ്ണത്തിനെക്കാട്ടും, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെക്കാട്ടും വലിയ പ്രത്യാശയാണ് നിഖിലിൻ്റെ ഉള്ളിൽ ഈശോ കൊടുത്തിരിക്കുന്നത്. ആ പ്രത്യാശയുടെ സുവിശേഷമാണ് അവൻ ലോകത്തോട് ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ പറയുന്നത്. എനിക്കായി, ഈ ആക്സിഡന്റ് പറ്റി എനിക്കായി, ഈ തളർന്നു പോയ എനിക്കായി, ഈ വീണ് കിടക്കുന്ന എനിക്കായി ഒരു രക്ഷകൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. വലതിലോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.
നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോരം സാക്ഷ്യങ്ങൾ പറയണം, നമ്മൾ എന്തോരം സാക്ഷ്യങ്ങൾ പറയണം. ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു, ഇവിടെ ഇരിക്കുന്നു, നമ്മൾ നിവർന്ന് നിൽക്കുന്നു, വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, നമുക്ക് എഴുന്നേറ്റ് നടക്കാം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഓടിച്ചോ, നിങ്ങൾക്ക് നടന്നോ, ഇന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം, ശരിയല്ലേ? ഇന്ന് രാത്രിയിൽ ഈ ഉറക്കം കളഞ്ഞെനിക്ക് രാത്രിയിൽ കോട്ടയത്തേക്ക് തിരിച്ച് തന്നെ വണ്ടി ഓടിച്ച് എനിക്ക് പോവാം. നമ്മുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ആ പയ്യൻ, അവന് പരാതിയില്ല. കാരണം അവനൊരു ബോധം കിട്ടി. എന്താണത്? ഈശോ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആരെങ്കിലും എൻ്റെ കൂടെ കോട്ടയത്തിന് വരുന്നോ? വണ്ടിക്കകത്ത് സ്ഥലമുണ്ട്. വന്നാൽ നിങ്ങൾക്ക് ചോറൊന്നും തരാണ്ട് നിങ്ങളെ അവിടെ ഇരുത്തി ഞാൻ 3 ദിവസം. ഞങ്ങൾക്ക് തപസ് ധ്യാനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി. ഇപ്പം നാളെ രാവിലെ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി ഇറങ്ങി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്താൻ തോന്നുന്നു. രാവിലെ 6 മണിക്ക് എനിക്ക് അടുത്ത ശുശ്രൂഷയ്ക്ക് കയറണം. തപസ് ധ്യാനം നല്ല രസമാണ്. എപ്പോഴെങ്കിലും മരിക്കുന്നതിന് മുമ്പ് വന്ന് കൂട്, നല്ല രസമാണ്. 3 ദിവസം ഇങ്ങനെ വെള്ളം മാത്രം കുടിച്ചിരിക്കാം. കംപ്ലീറ്റ് ഉപവാസമാണ്. മരിക്കുന്നതിന് മുമ്പ് കൂടുക. വെൽക്കം. പ്രത്യേകിച്ച് ശുശ്രൂഷയിലൊക്കെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തപസ് ധ്യാനം വന്ന് കൂടുക. ബാക്കി എല്ലാ ധ്യാനങ്ങളും നിങ്ങൾ പൂർത്തിയാക്കി തോരുന്നു. നിങ്ങളെല്ലാവരും തപസ് ധ്യാനം ഒരു 3 ദിവസത്തെയാണ്. 3 ദിവസത്തെ ഉപവാസമാണ്. ഇത് കഷ്ടപ്പാടാണ്. ആദ്യത്തെ ദിവസമൊക്കെ എന്തൊക്കെയോ പോലെ ഇരിക്കും. 2-ാം ദിവസം പോയ കുഞ്ഞിക്കിളി മഞ്ഞക്കിളിയൊക്കെ അതിലെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറക്കുന്ന കാണാം. പക്ഷെ കുമ്പസാരമൊക്കെ കഴിയുമ്പോഴത്തേനൊരു പവറിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ കൂടുതലും അതിന് വരുന്നവർ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ പട്ടിണി കിടന്നിരിക്കുന്നു, 4 നേരം ഫുഡ് കൊടുത്തിട്ട് 5 ദിവസത്തെ ധ്യാനം നടത്തിയാൽ വരാത്തവർ 3 ദിവസം പട്ടിണി കിടക്കാൻ പറയുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഒരു നിയോഗങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടെ ഈശോ ഇങ്ങനെ അറിയാൻ സ്നേഹിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് മക്കൾ വരുന്നോ എൻ്റെ കൂടെ? കഷ്ടപ്പാടാണ്. ശക്തി പറഞ്ഞു ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾ അച്ഛനു വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ധ്യാനം തുടങ്ങി. ഞായറാഴ്ചയാണ് അത് തീരുക. ഞായറാഴ്ച തീർന്ന് തിങ്കളാഴ്ച ഞങ്ങൾ അടുത്തൊരു ശുശ്രൂഷ കയറുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈശോയുടെ കൂടെ നമുക്ക് അതിവേഗം ബഹുദൂരം പോകാൻ പറ്റുന്നു. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് രാത്രി നമ്മൾ ഈ ഒരു ജാഗരണം ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും കൂടെ ഉണർന്നിരിക്കുന്ന ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഒരു വചനഭാഗം നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാ ധ്യാനങ്ങളും ഒക്കെ ഒരുപക്ഷെ കേൾക്കുന്ന ഒരു വചനഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബ്. കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ ജോസഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ജോസഫിന്റെ പിതാവായ യാക്കോബ് ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന വചനഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം. ഒരു 32-ാമത്തെ അധ്യായം. അവിടെ ഒരു നദിക്കരയിൽ വെച്ച് യാക്കോബ് ഒരാളുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. നേരം വെളുക്കുന്നവരെ ആ മൽപ്പിടുത്തം തുടരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ ഒരു മൽപ്പിടുത്തം നടത്തുന്നു. അയാൾ പിടിവിടുന്നില്ല, യാക്കോബും പിടിവിടുന്നില്ല. അവസാനം യാക്കോബ് പിടിവിടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ ദൈവസാന്നിധ്യം ഇവന്റെ തുടയിൽ ചവിട്ടി തെറിപ്പിക്കുന്നു, ഇളക്കുന്നു. എന്നിട്ടും വിടുന്നില്ല. യാക്കോബ് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നുള്ളൂ. എന്താണ് ആ കാര്യം? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. നമുക്ക് ഒരു ധ്യാനമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഒരു കൺവെൻഷനോ ഒരു വൈകുന്നേരത്തെ ആരാധനയോ ജാഗരണ പ്രാർത്ഥനയൊക്കെ നമ്മൾ കൂടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ ചില നിയോഗങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ നിയോഗങ്ങളൊക്കെ വെച്ച് നൊവേന അർപ്പിക്കാറുണ്ട് ഉണ്ടോ? നൊവേന ചെല്ലാറുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസവും ഒരു പ്രാർത്ഥനയും ഒരു പ്രത്യാശയുണ്ട്. എന്നെ കർത്താവ് അനുഗ്രഹിക്കും. ഒരു വാശിയോടെ ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടില്ല. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ വല്ലാത്തൊരു വാശി പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചേക്കണം. കർത്താവേ, ഞാൻ കുറേ നാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഞാൻ വിടുകയല്ല, എന്നെ അനുഗ്രഹിക്കാണ്ട് ഞാൻ വിടുകയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ ഒരു അനുഗ്രഹം നമ്മൾ ഈ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ നിഖിലിന്റെ സാക്ഷ്യം കേട്ടു, നമ്മൾ നമ്മുടെ ജീവിതമായിട്ടൊക്കെ ചിന്തിച്ചൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ ഒരുപാട് സഹനങ്ങളെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അനുഗ്രഹം കുറഞ്ഞു പോകുന്ന സമയങ്ങളുണ്ട്. ചില സമയത്ത് ഒരു പ്രാർത്ഥന പോലും കേൾക്കാത്ത സമയങ്ങളുണ്ട്. ചില സമയത്ത് ഒരു സഹനത്തിന്റെ വാതിലുകൾ പോലും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ക്ലിയർ ആയി കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. എന്താണ് നമ്മൾ ഈ വിശ്വാസികൾ ഈശോയെ ആരാധിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട അനുഗ്രഹം നമ്മൾ നിന്ന് ഈ രാത്രി ഒരുമിച്ച് ചിന്തിക്കാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ യാക്കോബിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ഈ കോംപ്ലക്സ് ഉള്ളൊരു മനുഷ്യനാണ് ഇയാൾ. ഭയങ്കരമായ കോംപ്ലക്സ് ഉള്ളൊരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോംപ്ലക്സ് ഉള്ള മനുഷ്യരെ. കാരണം എന്താണ്? എനിക്ക് വല്ലാത്ത കോംപ്ലക്സ് ആണ്. ഇപ്പം അല്ല, പണ്ട് എനിക്ക് വല്ലാത്ത കോംപ്ലക്സുകളൊക്കെ ഉണ്ടായിരുന്നു. ദൈവമേ, പണ്ട് ഇച്ചിരി പൊക്കം കുറവായിരുന്നു, അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. പിന്നെ ക്രിക്കറ്റ് കളിച്ചിട്ട് പൊക്കം വെച്ചാണ്, വല്ലാത്ത കോംപ്ലക്സ് ആണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ചിരിച്ചു ഞാൻ, പക്ഷേ എൻ്റെ ഉള്ളിൽ സങ്കടമൊക്കെ വന്നു. ഞാനൊരു ഇടവകയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ ഇടവക ഇങ്ങനെ വൈകുന്നേരത്തെ ഒരു കൺവെൻഷൻ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ധ്യാനം കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യൂട്യൂബിലൊക്കെ കണ്ടി തന്നേത്തോ എന്ന് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ അമ്മച്ചി, കാണുമ്പോൾ പ്രാർത്ഥിക്കണം കേട്ടോ. എന്നെ പറഞ്ഞു,
യൂട്യൂബിൽ കാണുമ്പോൾ നല്ല മെനയാണല്ലോ, ഇതൊരുമാതിരി കുണ്ടും കുഴിയാണല്ലോ മുഖത്തുനിന്ന്. അങ്ങനെയൊക്കെയാണോ ഒരു അച്ഛനോട് പറയേണ്ടത്? ഞാൻ പറഞ്ഞു, അമ്മച്ചി അത് മൊത്തം ലൈറ്റ്, മൊത്തം ക്യാമറ ടെക്നിക്കാണോ, ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഒറിജിനൽ. ഇവിടെ പറഞ്ഞ പണ്ടിങ്ങനെ യൗവനം താമസിച്ചെത്തിയതോ കൗമാരം കുറേ കൂടെ താമസിച്ചെത്തിയാണോ അറിയത്തില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിരുന്നു. ഞാനൊരു നല്ല പുരുഷനാണ്. മോക്കുരു എന്നെ കഠിനമായിട്ട് ആക്രമിച്ചു. മോക്കുരുവിനോടുള്ള ദേഷ്യത്തിൽ ഞാൻ എല്ലാം ഇങ്ങനെ ഇടിച്ച് കടിച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് എൻ്റെ മോക്കുരു പൊട്ടിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി എനിക്ക് പ്രോത്സാഹനം തന്നു. ചേച്ചി പറഞ്ഞു, സാരമില്ല, നിന്നെക്കാട്ട് സൗന്ദര്യം കുറവുള്ള എന്തോരം ആൾക്കാർ നമ്മുടെ ഇടവയിലുണ്ട്, നീ പേടിക്കേണ്ടെന്നു. അങ്ങനെ എന്നോട് കുത്തിപ്പൊട്ടിക്കൽ എന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എല്ലാം കുത്തിപ്പൊട്ടിച്ചു. എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രമല്ല, മുഖക്കുരുവിൻ്റെ പാടുകൾ വരെ ഉണ്ടാവുന്നു. ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. വീട്ടിലെ ഏറ്റവും മെലിഞ്ഞുണങ്ങിയത് ഞാനായിരുന്നു. ഭയങ്കരമായിട്ട് മെലിഞ്ഞുണങ്ങി. ഞാൻ അമ്മയോട് ഇങ്ങനെ, നമ്മൾ തമാശക്കൊക്കെ പോയി ചോദിക്കല്ലേ, തവിട് കൊടുത്ത് മേടിച്ചാണോ എന്നൊക്കെ ചോദിക്കല്ലേ. അങ്ങനെ അമ്മയോടൊക്കെ ഞാൻ ഇങ്ങനെ പോയിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കിയിട്ട് ചോദിക്കുക, സത്യമായിട്ട് എന്നെ എവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കാമെന്ന്. കാരണം വീട്ടിലെല്ലാവരും നല്ല ഉരുളക്കൊട്ട പോലെ ഇരിക്കുന്നു, ഞാനിങ്ങനെ ഉണക്കക്കൊള്ളി പോലെ ഇരിക്കുന്നത്. ഇന്ന് തടിയനായി. ഇപ്പം ഇതാണെങ്കിൽ അന്നത്തെ അവസ്ഥ തകർത്ത് വയ്ക്കും. അപ്പം ഞാനിങ്ങനെ അമ്മയോടൊക്കെ ഇങ്ങനെ പോയി പറയാം, അമ്മ എൻ്റെ കണ്ണ് കുഴിയിൽ, നിങ്ങളുടെയൊക്കെ കണ്ണിങ്ങനെ 110ൻ്റെ ബൾബ് പോലെ ഇരിക്കും. അമ്മ എന്നോട് പറഞ്ഞു, എടാ മാനെ, ചിന്തിക്കുന്നവരുടെ കണ്ണ് അങ്ങനെയാണ്. പ്രോത്സാഹനം, അമ്മയ്ക്കല്ലാണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആർക്ക് പറ്റും? ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങളുടെയൊക്കെ കവിൾ ഇങ്ങനെ തുടുത്തിരിക്കുന്നു, എൻ്റെ കവിൾ ഒട്ടിയിരിക്കുന്നു. അമ്മ പറഞ്ഞു, അത് കവിൾ ഒട്ടിയതല്ല, അത് നുണക്കുഴിയാന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനത്തെ നുണക്കുഴി പറയാതെ, അങ്ങനത്തെ നുണ പറഞ്ഞ് കുഴി ചാടിക്കാതെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അമ്മയോട്. എന്നിട്ട് അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു, എടാ മാനെ, നമ്മുടെ വീട്ടിൽ വല്യപ്പച്ചൻ്റെ ഷേപ്പ് നിനക്ക് മാത്രമേ ഉള്ളൂ, അതൊരു അനുഗ്രഹമാണെന്ന്. വീട്ടിൽ വല്യപ്പച്ചൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്, മരിച്ചുപോയി, ഞാൻ ജനിക്കുന്നതിന് 2-3 കൊല്ലം മുമ്പ്. ഫോട്ടോ കാണുമ്പോൾ എനിക്ക് കല്ല് പെറുക്കേറിയാൻ തോന്നും. അമ്മ ഇതും പറഞ്ഞിട്ടാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. എന്നുവെച്ചാൽ ചാച്ചന് നല്ല സുന്ദരക്കുട്ടനാണ്. ചാച്ചൻ ഒരു 2 വർഷം മുമ്പ് ചാച്ചൻ മരിച്ചു. ചാച്ചനെ കണ്ട ഋതിക് റോഷനെ പോലെ ഇരിക്കും, എന്നെ കണ്ട ധൃതിക്ക് റേഷൻ മേടിക്കാൻ പോയ പോലെയൊക്കെ ഇരിക്കും. അമ്മയെ കണ്ട ഉർവശീനെ പോലെ ഇരിക്കും. നാട്ടുകാർ എന്നെ കാണുമ്പോൾ തന്നെ ഉർവശി എന്നൊക്കെ പറഞ്ഞ്, ചേച്ചീനെ കണ്ടാൽ നല്ല തമ്പുരാട്ടിയൊക്കെ ഇരിക്കുന്നത്, എന്നെ കണ്ടാൽ തമ്പുരാൻ ആട്ടി വിട്ടതുപോലെയൊക്കെ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒത്തിരി കോംപ്ലക്സുകളായിരുന്നു അന്ന്. പിന്നെ കോംപ്ലക്സുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഈ കളിയും മടുത്തവും പരിപാടികളും വായനകളൊക്കെ ആയിട്ട് പോയി കർത്താവ് ഇങ്ങനെ സ്നേഹിച്ചു, ചുമ്മാ സന്തോഷം, ഉള്ളിലൊരു ആനന്ദം തന്നെ. പിന്നെ നന്നായിട്ട് അങ്ങ് പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ യാക്കോബിനെ ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് ഇങ്ങർക്ക് വല്ലാത്ത കോംപ്ലക്സുകളാണ്. ഇയാളുടെ ഏറ്റവും വലിയ കോംപ്ലക്സ് ഇയാൾ ആരംഭിച്ചത് തന്നെ ഒരു മത്സരത്തിലൂടെയാണ്. നമ്മൾ ഈ ബൈബിളിൽ ഇത് വായിച്ചിട്ടുണ്ട്. യാക്കോബ് ഈ ജനിച്ച്, നമുക്ക് അതിന്റെ സയന്റിഫിക് തിയറി, അങ്ങനെ ഒരു പ്രസവം നടക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. പക്ഷേ ദൈവവചനത്തിൽ ഒരു കാര്യം ഇങ്ങനെ പറയാണ്, അവന് പിന്നീട് നടക്കാനുള്ള ഒരു കാര്യം പോലെ ഒരു മത്സരം, ഒരു കൗശലക്കാരൻ, ഒരു പറ്റിക്കുന്നവൻ, ചതിക്കുന്നവൻ, സ്ഥാനം കൈക്കലാക്കുന്നവൻ എന്ന രീതിയിൽ തന്നെ അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേ ചേട്ടന്റെ കുതികാല് പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്ന് നമ്മളൊരു വായന കാണുന്നുണ്ട്. സ്ഥാനം കൈക്കലാക്കുന്നവൻ, ചേട്ടൻ അവകാശപ്പെട്ടത് പിന്നീട് പിടിച്ചു മേടിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് ഈ പ്രസവത്തിന്റെ സമയത്ത് തന്നെ വിശുദ്ധ അവതരിപ്പിക്കുന്നുണ്ട്. ഏസാവിന്റെ കാലെ പിടിച്ചുകൊണ്ടാണ്, കുതികാലെ പിടിച്ചുകൊണ്ടാണ് യാക്കോബ് പുറത്തേക്ക് വരുന്നതെന്നാണ് നമ്മൾ വായിക്കുക. അങ്ങനെ സ്ഥാനം കൈക്കലാക്കുന്നവൻ എന്നർത്ഥം വരുന്ന യാക്കോബ് ചതിയൻ എന്നൊരു പേര് അവന് വീണു. യാക്കോബ് ഇങ്ങനെ ജീവിച്ചു മുമ്പോട്ട് പോകുന്നു. ഇവനുണ്ടായിരുന്നൊരു കോംപ്ലക്സ് ഒരു നല്ല വാക്കല്ല എന്നെനിക്കറിയെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞു തന്നെയാണ്. ഈ ശുശ്രൂഷയിലൊക്കെ ഉള്ള ഒരു ബ്രദറാണ്. ബ്രദറിനോട് പറഞ്ഞു, ഈ യാക്കോബിന്റെ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഫെമിനിൻ ടൈപ്പ് ലൈഫാണ്. ഇച്ചിരി പെണ്ണത്തം കൂടുതലാണ്. നല്ല വാക്കല്ലെന്ന് എനിക്കറിയാം. ചിലപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത്രയ്ക്ക് പൊളിറ്റിക്കലി കറക്റ്റഡ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ഇച്ചിരി നാണം കുടുങ്ങി നടക്കുന്ന ഒരു ചെറുക്കനെ കണ്ടിട്ട്, അയ്യേ നീ എന്നാ പെണ്ണിനെ പോലെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഇച്ചിരി മല്ലൊക്കെ പിടിച്ച് നടക്കുന്ന പെങ്കൊച്ചിനെ കണ്ട് ഇതെന്നാ ചെറുക്കനാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ച് കളിയാക്കിയിട്ട് ഇപ്പോഴും കളിയാക്കുന്നുണ്ടാവും, അറിഞ്ഞൂടാ. ഈ യാക്കോബിന് ഇങ്ങനെ ഒരു ഇച്ചിരി പെണ്ണിഷ് ഫിഗർ, ഒരു ഇച്ചിരി ഫെമിനിൻ നേച്ചർ ഇച്ചിരി കൂടുതലുണ്ടാകും. കാരണം അവൻ്റെ ഒരു കാര്യം, എപ്പോഴും അടുക്കളയിലായിരുന്നു അമ്മച്ചിയുടെ കൂടെ. ഫെമിനിസ്റ്റുകൾക്കൊക്കെ ബുദ്ധിമുട്ടാവോ അതേമേ? ഞാൻ പറയുന്നത് ബിബ്ലിക്കലി മനസ്സിലാക്കണം കേട്ടോ, പ്ലീസ്. എനിക്കും ഉണ്ട് ഒരു അമ്മയും ചേച്ചിയും. അത്യാവശ്യം ഫെമിനിസ്റ്റാണ് ഞാനും, അമ്മയും ചേച്ചി ഉള്ളത് കൊണ്ട് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യാക്കോബ് മിക്ക സമയത്തും അടുക്കളയിലാണ്. പായസം ഉണ്ടാക്കുക, ഫുഡ് ഉണ്ടാക്കുക, നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒരു അടുക്കളയോട് ചുറ്റിപ്പറ്റി, അമ്മയോട് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, നമ്മുടെയൊക്കെ കുടില ബുദ്ധിയിൽ അങ്ങനെയൊക്കെ തോന്നണുണ്ട്, ചെറിയ ബുദ്ധിയിൽ അങ്ങനെ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ യാക്കോബ് ഏസാവിന്റെ സ്ഥാനം കൈക്കലാക്കാൻ പോകുന്ന സമയത്ത് ഒരു ഫാൻസി ഡ്രസ്സ് കളിക്കുന്നുണ്ട്. എന്താണ് ഫാൻസി ഡ്രസ്സ്? ഏസാവിന്റെ പോലെ തോന്നാൻ വേണ്ടി ദേഹം മുഴുവൻ രോമം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവന്റെ ദേഹത്ത് രോമമില്ലാന്ന് മനസ്സിലായി. രണ്ടുപേരും ഒരേ പ്രായമാണ്. പക്ഷെ യാക്കോബിന്റെ ദേഹത്ത് രോമങ്ങളില്ല. അത്ര മസ്കുലിൻ ഫിഗർ അല്ല ഇയാൾ. പിടികിട്ടുന്നുണ്ടോ?
ബൈബിളിൽ ഇത്രയും സാധനമൊക്കെ കണ്ടുപിടിക്കണോ? ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, നമുക്ക് എന്താ പണി? ഇപ്പം ഇയാൾക്ക് ഒരു ഇച്ചിരി ഫെമിനിൻ നേച്ചർ ഇച്ചിരി കൂടുതൽ നിൽക്കുന്ന ഒരുപാട് കോംപ്ലക്സുകളുള്ളൊരു മനുഷ്യൻ. ഇയാളെ ഒന്ന് അനുഗ്രഹിച്ച് കയറ്റിയെടുക്കണമെന്ന് ഒരു അമ്മ ആഗ്രഹിക്കുന്നു. കണ്ണ് കാണാത്ത ഈ ഇസഹാക്കിന്റെ അടുത്ത് എന്ന് നിങ്ങൾ ആ സംഭവങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. നല്ല നല്ല അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി ഈ യാക്കോബ് ഏസാവിന്റെ അടുത്ത്, ആരുടെ അടുത്ത് ചെല്ലുന്നത്? ഇസഹാക്കിന്റെ അടുത്ത് ചെല്ലുന്നു. ഇസഹാക്ക് ഇങ്ങനെ മണത്തൊക്കെ നോക്കുന്നുണ്ട്. ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ. ഈ കണ്ണ് കാണുന്നില്ലാത്തതുകൊണ്ട് ഇയാളുടെ ഈ ഘ്രാണന ശക്തി ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് മണത്തൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ മകനാണോ, മണ്ണിന്റെ മണമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പനെ പറ്റിക്കുന്നു. കണ്ണ് കാണാത്ത അപ്പനെ രാത്രി ഒരു പകലിൽ പറ്റിക്കുന്നു. അപ്പന്റെ കണ്ണ് കാണാത്ത അവസ്ഥയെ നന്നായിട്ടൊന്ന് ചൂഷണം ചെയ്ത് അപ്പ വേണേ ഒന്ന് തൊട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊടിപ്പിക്കുന്നു. അങ്ങനെ അപ്പന്റെ അനുഗ്രഹം മുഴുവനും കൂടെ യാക്കോബ ആ ദിവസം മേടിച്ചെടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ യാക്കോബിന് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 27, നിങ്ങൾ ബൈബിൾ ഉള്ളവരൊന്ന് എടുക്കാവോ? ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. പിതാവായ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഉൽപ്പത്തി 27-28 മുതൽ, ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ, ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ, ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ, രാജ്യങ്ങൾ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ, നിന്റെ സഹോദരങ്ങൾക്ക് നീ നാഥനായിരിക്കുക, നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ, നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. ഒരു കുഞ്ഞു വാക്കിൽ അതൊതുക്കിയാൽ യാക്കോബിന് ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവന്റെ പിതാവിലൂടെ കൈമാറ്റം ചെയ്തു കൊടുക്കുകയാണ്. ഭൂമിയിൽ നീ അധ്വാനിക്കുന്നതെല്ലാം അനുഗ്രഹമാകും, നിനക്ക് ബഹുമാനം കിട്ടും, നീ ചെയ്യുന്നതെല്ലാം നല്ലതായിട്ട് മാറും. ഭൗതികമായ അനുഗ്രഹം മുഴുവൻ ദൈവം ഈ പിതാവിലൂടെ യാക്കോബിന് കൊടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നല്ലതല്ലേ? നല്ലതല്ലേ? ഭൗതികമായ അനുഗ്രഹം നമുക്ക് വേണ്ടേ? നല്ല വീട് വേണ്ടേ? നല്ല ആരോഗ്യം വേണ്ടേ? ജോലി ചെയ്യുന്നതിന് തക്കതായ പ്രതിഫലം നമുക്ക് വേണ്ടേ? മിണ്ടുകല്ലോ, വേണ്ടേ? വേണ്ടാത്തവർക്ക് നന്നായി വരട്ടെ. വേണം, നമുക്കത് വേണം. ആവശ്യത്തിലധികം നമുക്ക് വേണം. ഇല്ല, ആവശ്യത്തിന് നമുക്ക് വേണം. നമുക്ക് ഉപയോഗിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് വേണം. ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും വേണം. അത് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഉണ്ടോ? ഈശോയെ, എനിക്ക് ദാരിദ്ര്യമാണ്, ഇല്ലെങ്കിൽ എനിക്കൊരു വീടില്ല, എനിക്കൊരു ജോലിയില്ല, അത് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. കാരണം അത് തരാൻ കഴിവുള്ളവനും അത് തരാൻ തുറവിയുള്ളവനുമായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ചോദിക്കട്ടെ, അത് മാത്രം മതിയോ? ഭൗതികമായ അനുഗ്രഹം മാത്രം മതിയോ? പോരാ. ആരെങ്കിലും അടുത്തിരുന്ന് ഉറങ്ങുന്നുണ്ടോ? ഇല്ല. വലത് കൈ തുറന്നു പിടിച്ച് ചൂണ്ടുവിരൽ മാത്രം എടുത്ത് കൈ 5 കൊല്ലം കൂടെ ആലോചിച്ചാൽ പോരാ. കൈയും വാളുമൊന്നും തുറന്നു പിടി. ചൂണ്ടുവിരൽ മാത്രം എടുത്ത് ഒന്ന് തിരിച്ചു പിടിച്ച് നിങ്ങൾ നോക്കിക്കേ. വിരൽപ്പാട് കാണാമോ? തുറച്ച നോക്ക്, കാണാമല്ലോ. അതൊന്നുകൂടെ ഒന്ന് തിരിച്ചു പിടിച്ച് അടുത്തിരിക്കുന്നവരുടെ മൂക്കിൻ്റെ അടുത്ത് കൊണ്ടേ വെച്ച് തുടരുത്. അവരുടെ മൂക്കെല്ലാം നോക്കിയാൽ അവർക്ക് കാണാവുന്ന രീതിയിൽ വിരലെന്ന് വെച്ച്. നിന്റെ പോലത്തെ നക്ത് മൂക്കലടേ, എൻ്റെ നല്ല മൂക്കെന്നൊന്നും പറയരുത്. പറ, ഞാൻ ഉറങ്ങുകയല്ല. പറഞ്ഞേ, വിരലങ്ങനെ പിടിച്ചിട്ട് പറ അവരോട്. പറ, ഞാൻ ഉറങ്ങുകയല്ല, നിന്നെ ഉറക്കുമില്ല. ഒരേ വീട്ടിൽ നിന്ന് വന്നവർ ബന്ധുക്കളൊന്നും ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കാരണം അവർ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർന്നിരിക്കുക. ഇനി അടുത്ത് ഞാനിത് അല്ല, വേണ്ട, നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ട്, ഉണർന്നിരിക്കുക. രാത്രി ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഞാൻ ഉറങ്ങി വീഴുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. 2 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇന്നലെ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പള്ളിക്കരയിൽ ഒരു യാക്കോബൈറ്റ് പള്ളിയിൽ കൺവെൻഷൻ ആയിരുന്നു. പകല് നമ്മുടെ ജെറുസലേം കൺവെൻഷൻ ആണ്. ഇന്നിപ്പോൾ വൈകിട്ട്. അപ്പോൾ നല്ല രസത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ നിന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ചില സമയത്ത് എനിക്ക് പിടികിട്ടുന്നില്ല. ചില സമയത്ത് അതായിരുന്നു ഇവിടെ അത് പറഞ്ഞായിരുന്നു എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. സാരമില്ല. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈ ഭൗതിക അനുഗ്രഹം മാത്രം പോരാ, പിന്നെ എന്നാ അനുഗ്രഹം കൂടെ വേണം? ആത്മീയ അനുഗ്രഹം കൂടെ വേണം. നിങ്ങൾ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയതായതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നത്. വെരി ഗുഡ്. നല്ല ആത്മീയം. ഭൗതിക അനുഗ്രഹം മാത്രം പോരാ, ആത്മീയ അനുഗ്രഹം വേണം. അങ്ങനെ യാക്കോബിന് ആത്മീയ അനുഗ്രഹം കിട്ടുന്ന സമയമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 28-ാമത്തെ അധ്യായം. 27 നമ്മളിപ്പോൾ വായിച്ചത്. 28-ാമത്തെ അധ്യായം. യാക്കോബ് ഇങ്ങനെ ഒരു വലിയൊരു യാത്ര പോവാണ്. ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾക്ക് അത് കാണാപ്പാട് അറിയാവുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉമ്മ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഇങ്ങനെ വലിയൊരു യാത്ര പോവാണ്. യാത്ര പോകുന്ന സമയത്ത് മടുത്തിട്ട് ഒരു നദിക്കരെ കടന്നുറങ്ങുകയാണ്. കടന്നുറങ്ങുന്നത് മഹാവിറ്റാണ്. ഒരു നദിയുടെ കരയിൽ, അത്ര സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്ത്, പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, ബെഡും തലയണയും ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് വെച്ച് തലയണയാക്കി കടന്നങ്ങ് ഉറങ്ങി. പറ്റുമോ നമ്മളെ കൊണ്ട്? 8 ഇഞ്ചിന്റെ മെത്ത, 2 തലയണ ഒരുമിച്ച് വെച്ചിട്ട് ഒരു തലയണ കാലിനടിയിലും വെച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല.
അവിടെയാണ് യാക്കോബ് നമ്മുടെ മുമ്പിൽ ഉറക്കത്തിന് മാതൃകയാകുന്നത്. അജാതി ഉറങ്ങി, നിലത്ത് കിടന്ന് ഒരു കല്ല് തലയണയാക്കി വെച്ച് കടന്നങ്ങ് ഉറങ്ങി, ശാന്തമായിട്ട് ഉറങ്ങി. കാരണം അവന് ഓൾറെഡി കർത്താവിന് അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യനാണ് അല്ലേ. ഇനി അവന് കിട്ടേണ്ട ഒരു അനുഗ്രഹമുണ്ട്. എന്താണ് പറഞ്ഞത്? ആത്മീയ അനുഗ്രഹം എന്ന് വെച്ചാൽ ദൈവമായിട്ട് സംസാരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം കൊടുക്കണം, അവന് ദൈവത്തെ കാണാൻ പറ്റണം, കർത്താവിന്റെ സാന്നിധ്യം അറിയണം. ആ രാത്രിയിൽ ഉറക്കത്തിൽ ഒരു സ്വപ്നം, ഒരു ദർശനം യാക്കോബ് കാണുകയാണ്. സ്വപ്നം എങ്ങനെയാണ്? ആകാശത്തേക്ക്, സ്വർഗത്തിലേക്ക് ചായച്ചു വെച്ചിരിക്കുന്ന ഒരു ഗോവണി, ആ ഗോവണിയുടെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ മാലാഖമാർ കയറി ഇറങ്ങുന്നു. യാക്കോബ് കാണുന്നത് ചുമ്മാ സ്വപ്നമൊന്നുമല്ല. ശരിക്കും പുതിയ നിയമമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. നഥാനിയേലിനെ വിളിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ പറയും, നിന്റെ പിതാക്കന്മാർ വലിയ കാഴ്ച കണ്ടു, പക്ഷേ നീ നഥാനിയേൽ, നീ മറ്റൊരു കാഴ്ച കാണും. മനുഷ്യപുത്രന്റെ മേൽ മാലാഖമാര് കയറി ഇറങ്ങുന്നത് നീ കാണും. എന്ന് വെച്ചാൽ യാക്കോബ് ശരിക്കും കണ്ട ആ ഗോവണി ഈശോയാണ്. യാക്കോബ് കണ്ട ഗോവണി ആരാണ്? ഈശോയാണ്. കാരണം ഈശോ തന്നെ പിന്നീട് പറയും, മാലാഖമാര് മനുഷ്യപുത്രന്റെ മേൽ കയറി ഇറങ്ങുന്നത് നീ കാണും. യാക്കോബ് കണ്ട ഗോവണി ഈശോയാണ്. സ്വർഗത്തിലേക്ക് കയറിപ്പോകാനുള്ള ഗോവണി, സ്വർഗത്തിൽ നിന്ന് ദൈവം താഴേക്ക് ഇറങ്ങി വന്ന ഗോവണി ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ രാത്രിയിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് മാലാഖമാര് കയറി ഇറങ്ങുന്നു. സ്വപ്നത്തിന്റെ അങ്ങേയറ്റത്ത് മുകളിൽ നിന്നൊരു സ്വരം ശ്രവിക്കുന്നു, യാക്കോബേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്വപ്നം നമ്മളും കാണും ചില സ്വപ്നങ്ങൾ ഇല്ലേ? പൊക്കത്തിൽ നിന്ന് നമ്മളിങ്ങനെ താഴോട്ട് വീഴുന്നു, എത്തുന്നില്ല, എത്തുന്നില്ല. കണ്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ സ്വപ്നം? ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. താഴെ എത്തുന്നില്ല. നോക്കുമ്പോൾ ഈ ബെഡേലൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കീറുന്നുണ്ട്, ഏതോ ഒരു വലിയ കുഴിയിലോട്ട് വീഴുന്നു. പിന്നെ വലിയ വാ പിളർന്ന്, അത് കണ്ടിട്ടുണ്ടോ? ബലൂൺ വാ പിളർന്നൊക്കെ വരുന്ന വിഴുങ്ങുന്നത്. ഞാൻ ഇങ്ങനത്തെയൊക്കെ കാണുന്നത്. വണ്ടി കത്തിപ്പോകുന്നതും ഇങ്ങനത്തെയൊക്കെ കാണുന്നത്. നിങ്ങൾ എന്നാ കാണുന്നത്? പറയണ്ട ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ സ്വരകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കത്തിൽ കിടന്ന് പൂച്ച കരയുന്നതോ പട്ടി കൂകുന്നതോ ഒക്കെ, ആ കാലം കൂകുന്നതോ ഒക്കെ ഒച്ച കേൾക്കും. യാക്കോബ് കാണുന്ന അങ്ങനത്തെ സ്വപ്നവും ദർശനവും അല്ല. യാക്കോബ് കർത്താവിന്റെ സ്വരം കേൾക്കാണ്. ഉൽപ്പത്തി 28:15 വളരെ സുന്ദരമായ ഒരു വചനം യാക്കോബിനോട് കർത്താവ് പറയുന്നുണ്ട്, യാക്കോബേ, ഞാൻ നിന്റെ കൂടെ കാണും, നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നവരെ ഞാൻ നിന്റെ കൂടെ കാണും, നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല. യാക്കോബിന് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹമാണ്, നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നത് വരെ മകനെ യാക്കോബെ, നിന്നെ ഞാൻ കൈവിടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. യാക്കോബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ സ്ഥലത്ത് ആരാധിച്ചു. ആ സ്ഥലത്തിന് അവനൊരു പേരിട്ടു. എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? ബഥേൽ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഭവനം. ഇവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ സീറോ മലബാർ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോൾ അച്ഛന്മാര് സ്വന്തമായിട്ട് ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കൂദാശ വചനങ്ങൾക്ക് മുമ്പ് അച്ഛന്മാര്, നിങ്ങളുടെ കയ്യിലെ കുർബാന പുസ്തകം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അച്ഛന്മാർ ഇങ്ങനെ അല്പം ഒന്ന് കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, റൂഹാദ് ഖുദ്സായ പരിശുദ്ധനാകുന്നു, പുത്രനായ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏശയ്യാ പ്രവചനത്തിൽ ഉദ്ധരിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഈ യാക്കോബിന്റെ പ്രാർത്ഥനയും പറയുന്നുണ്ട്, ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വാസസ്ഥലം കാണാൻ ഭാഗ്യം ലഭിച്ച എൻ്റെ കണ്ണുകൾ എത്ര അനുഗ്രഹീതമെന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാർ ഒറ്റയ്ക്ക് ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതൊന്ന് പഠിക്കുന്നതൊക്കെ നല്ലതാണ്, പ്രൊഫഷണലി പ്രാർത്ഥിക്കാൻ. അപ്പൊ യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ആ രാത്രി ആ സ്ഥലത്ത് കണ്ടു. ആ സ്ഥലത്തിന് അവനൊരു പേരിട്ടു, ബഥേൽ. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് അനുഗ്രഹമായി. എന്തൊക്കെ അനുഗ്രഹങ്ങൾ? ഭൗതിക അനുഗ്രഹമായി. ഇപ്പൊ എന്തായി? ആത്മീയ അനുഗ്രഹമായി. മതിയോ? ഇനി എന്നാ വേണം? ഇനി എന്നാ വേണ്ട? മാനസികം, ശാരീരികം, ഇതൊക്കെ ഇതിനകത്തുണ്ട്. യാക്കോബിന്റെ അനുഗ്രഹം പൂർത്തിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വാക്യങ്ങളിൽ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. യാക്കോബ് ഇത് കഴിഞ്ഞിട്ട് 28-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. ഒരു അനുഗ്രഹം കിട്ടിയ ഒരാൾ പറഞ്ഞ ഒരു വിശ്വാസ പ്രമാണമാണ് നമ്മൾ കേട്ടത്. നല്ലതാണോ ചീത്തയാണോ? കേട്ടിട്ടുണ്ടോ തോന്നുന്നു? ഒന്നുകൂടെ അത് കേക്ക്. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ വരികയും എനിക്ക് ഉണ്ണാനും ഉടുക്കാൻ തരികയും എന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ എൻ്റെ ദൈവമായിരിക്കും, എൻ്റെ കർത്താവ് തന്നെയായിരിക്കും എൻ്റെ ദൈവം. നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ് എന്ന അഭിപ്രായമുള്ളവർ കൈയുയർത്ത്. നന്നായിട്ട് പൊക്കിക്കോ. ഇവിടെ എന്നാ കൈക്ക് വാടക? നന്നായിട്ട് പോകും, സ്വന്തം കയ്യിൽ നിന്ന്. നല്ലൊരു പ്രാർത്ഥന, വിശ്വാസ പ്രഖ്യാപനം നടത്തി എന്നുള്ളവർ കൈർത്ത്. എഴുതാത്ത മോശമായിപ്പോയി, ഇത് കൊള്ളത്തില്ല, ആ പ്രാർത്ഥന ശരിയായില്ല എന്ന് തോന്നിയവർ കൈർത്തിക്ക്.
നിങ്ങൾ കുറേ പേര് കൈപൊക്കാത്തവരില്ലേ? 1 2 3 5 വാതിലുകളുണ്ട്. ഏതിലേക്കൂടെ ആയാലും നിങ്ങൾ ഇറങ്ങിപ്പോവും. ഒരഭിപ്രായം ഇല്ലാത്ത നിങ്ങളാണ് ഈ നാട് നശിപ്പിക്കുന്നത്. പൊന്നു ടീമുകളെ, ബാക്കിയുള്ളവർക്ക് എന്നാ തോന്നുന്നു? അങ്ങനെ ഉത്തരം പറഞ്ഞിട്ട് അച്ഛൻ സൂചിക്കണ്ട അല്ലേ? ഇതിന്റെ ഉത്തരം എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും, എനിക്കോ നിങ്ങൾക്കോ ഒക്കെ പറ്റിപ്പോകാവുന്ന ഒരു അബദ്ധത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് കോൾഡ് കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി. ഉപാധികളോട് കൂടിയ ആത്മീയത. മറന്നുപോയത് വാക്ക്. ഇവിടെ ഇരിക്കുന്ന സകലയുണ്ടോ കൈപൊക്കിയതും കൈപൊക്കാത്തതും, കൈപൊക്കണോ വേണ്ടോ ഒന്ന് തീരുമാനത്തിലേക്ക് ഇതുവരെ ബുദ്ധി, നെർവസ് സിസ്റ്റം കൈവരെ എത്തിച്ചിട്ടില്ലാത്ത ടീമുകളോടും കൂടെ പറയുന്നു, ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി, ഉപാധികളോട് കൂടിയ ആത്മീയത എന്ന് വെച്ചാൽ യാക്കോബ് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ എനിക്ക്, കർത്താവിനെ അവൻ കണ്ടു, കേട്ടു, അവന് ഭൗതിക അനുഗ്രഹവും ആത്മീയ അനുഗ്രഹവും ഒക്കെ കൊടുത്തു. അതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും യാക്കോബ് പറയാണ്, ഇനി നീ എൻ്റെ കൂടെ വരികയും ഞാൻ പോകുന്നിടത്തെല്ലാം കൂടെ വരികയും എനിക്ക് ഉണ്ണാനും എനിക്ക് ഉടുക്കാനും തരികയും എന്നെ തിരിച്ചിവിടെ കൊണ്ടുവരികയും ചെയ്താൽ നീ മാത്രമായിരിക്കും എൻ്റെ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. ഇറ്റ്സ് എ റോങ് സ്പിരിച്വാലിറ്റി. അവൻ ആത്മീയത തൊട്ട് തീണ്ടിയിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. നമ്മളിതിപ്പം ചിലപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന വരും: കർത്താവെ, ഞാനിതേ 3 ദിവസമായിട്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ 9 ദിവസമായിട്ട് ഈ നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ 12 ദിവസമായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഇത് സാധിച്ചു തന്നാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. യൂദാത്ത ദിവസം കൊണ്ട് ദീപികാപത്രം നിറഞ്ഞിരിക്കുന്നു. ഇനി തന്നില്ലേലോ, കിട്ടിയില്ലേല് ഈശോയെ സാരമില്ല, അടുത്ത തവണ നോക്കാമെന്നൊന്നുമല്ല, മാണ്ട ഈശോയെ എനിക്ക് മാണ്ട, എന്നെ അനുഗ്രഹിക്കാത്ത ഈശോയെ എനിക്ക് വേണ്ട. ഇതാണ് കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി. ഈ അബദ്ധം 1 2 10 തവണ നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. പക്ഷെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളൊരു നിയോഗം വെച്ച് വിശുദ്ധ ബലി അർപ്പിച്ചാലും, നിങ്ങൾ ഇത്ര മണിക്കൂറുകൾ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യം? ഇത് സാധിച്ച് കിട്ടുന്നത് വരെയുള്ള ഒരു ആത്മീയതയും സാധിച്ച് കിട്ടിക്കഴിയുമ്പോൾ മറ്റൊരു ആത്മീയതയും, അപകടം പിടിച്ച ഒരു കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് രാവിലെ ഈ ജെറുസലേമിലെ കൺവെൻഷനിൽ ഒരു കുഞ്ഞ് സംഭവം പറഞ്ഞിരുന്നു. ആ സംഭവം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നിപ്പോയ ഒരു സമയമാണ്. ഞാൻ നിങ്ങളോട് തപസ് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ മറ്റു ധ്യാനങ്ങളും ഉണ്ട് കേട്ടോ. ഈ തപസ് ധ്യാനത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ആള്, ഒരു കൊച്ച്, ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു രാജ്യത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തോറ്റ് ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ ഈ തപസ് കൂടാൻ വേണ്ടിയിട്ട് വന്നു. കഷ്ടപ്പാടാണ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വളരെ കഷ്ടപ്പാട് പിടിച്ചൊരു ധ്യാനമാണ്. ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം, ക്ലാസ്സുകളൊക്കെ റെഗുലർ ധ്യാനം പോലെ പോകും, ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇരുന്ന് കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് ഫുഡ് അടിച്ചിട്ട് തന്നെ നമുക്ക് ഇരിക്കുന്ന തന്നെ ബുദ്ധിമുട്ടാണ്. ഇത് ഭക്ഷണം ഇല്ലാണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് ഈ ആള് ഈ ധ്യാനം കൂടി വലിയൊരു അത്ഭുതം പോലെ ഈശോ വാതിൽ തുറന്നു കൊടുത്തു. വലിയൊരു അത്ഭുതം പോലെ. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിൽ പല സ്ഥലങ്ങളിൽ, പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി, പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി, ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇതാണ് ഈശോയുടെ സമയം. ഞാനൊന്ന് അനുദപിച്ചു, കുമ്പസാരിച്ചു, ഈശോ ഇതിൽ ഇടപെട്ടു, എനിക്ക് വാതിൽ തുറന്നു തന്നു. പെട്ടെന്ന് തന്നെ, ഒത്തിരി താമസിക്കാണ്ട് തന്നെ ഇയാൾ ഉദ്ദേശിച്ച രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇയാൾ ചെന്ന് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നു. സ്ഥലമോ രാജ്യമോ പറയാത്തത് നിങ്ങളുടെ ബന്ധുക്കൾ അവിടെ കാണും. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ഉറക്കം അടച്ച് നിങ്ങൾ അവരെ വിളിക്കും. അത് നീയാണോടി? അത് അവളല്ലടി. അതുകൊണ്ട് രാജ്യം പറയുന്നില്ല. ഞാനവിടെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നു. 3 ദിവസത്തെ ധ്യാനമാണ്. ശനി ഞായർ തിങ്കൾ ദിവസം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ധ്യാനങ്ങളായതുകൊണ്ട് ഡേറ്റ് ഒക്കെ അവിടെ നമുക്ക് ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹാളുകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് അവിടെ ധ്യാനിപ്പിക്കുക. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടണം. അവിടുത്തെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ അവിടുത്തെ സിസ്റ്റത്തോടൊക്കെ പ്രത്യേക പെർമിഷൻ മേടിക്കണം. കൃത്യസമയം, കൃത്യ സൗണ്ട് എല്ലാം. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ധ്യാനമാണ്. അപ്പം പരമാവധി ആളുകളെ അവിടെയുള്ള ഓർഗനൈസേഴ്സ് ഒക്കെ വിളിച്ചു കൂട്ടി, ഒത്തിരി പേരൊക്കെ വരുന്നു. ഈ 3-ാം ദിവസം, ശനി ഞായർ തിങ്കളാഴ്ച വൈകുന്നേരം ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കാണാൻ ഒരാൾ തൻ്റെ 2 കൂട്ടുകാരുമായി വന്നു. ആരാണ് അയാൾ? ഈ മുമ്പേ പറഞ്ഞ ആൾ. ധ്യാനം കൂടിയിട്ട് ഇങ്ങനെ അവിടെ എത്തിയ ആൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ജിൻസച്ച ഓർക്കുന്നുണ്ടോ? ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞു. പിന്നെ ഓർക്കുന്നുണ്ട്. എവിടെ ഓർക്കാം? ഞാൻ ഓർക്കുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് മറന്നു പോകും ആൾക്കാർ, അതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓർക്കും. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ തപസ് ധ്യാനം കൂടിയതാണ്, അന്ന് പ്രാർത്ഥിച്ച് മറ്റേ ഇവിടെ പോരാ. ഞാൻ ഓക്കെ സന്തോഷം. ഞാൻ ചോദിച്ചു, നീ എന്നാ ധ്യാനത്തിന് വരാഞ്ഞ്? എൻ്റെ അച്ഛ ഒന്നും പറയണ്ട, ഇവിടെ വന്നേ പിന്നെ നിന്ന് തിരിയാൻ സമയമില്ലെന്ന്.
ഞാൻ ചോദിച്ചു, ഇന്നലെ ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച തന്നെ നിന്ന് തിരിയുന്നതിന് പകരം ഒന്ന് തുള്ളിച്ചാടിയപ്പോഴായിരുന്നു. അപ്പോഴാണ് ഞാനൊരു സത്യം പറഞ്ഞത്. ആ സത്യത്തെക്കുറിച്ച് പിന്നീട് അവിടുത്തെ ധ്യാനം കൺവീനേഴ്സിനോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് അതിനകത്ത് അറിയാൻ പറ്റിയത്, കൺവീനേഴ്സ് ഞങ്ങൾ ഇത്രയും പേര് മാത്രമല്ല അച്ഛാ, കുറച്ചും കൂടെ കൺവീനേഴ്സ് ഉണ്ട്. അവർ ഞായറാഴ്ച ജോലിക്ക് പോയേക്കുവാണ്. അപ്പോൾ എന്നെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൗതുക വാർത്തയായിരുന്നു. നിങ്ങൾക്കത് കൗതുക വാർത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയൊക്കെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ഇപ്പം തോന്നും. ഞായറാഴ്ച വർക്ക് ചെയ്താൽ ഡബിൾ സാലറിയാണ്. അയ്യോ, എന്തൊരു രസം! ഞായറാഴ്ച വർക്ക് ചെയ്താൽ ഡബിൾ സാലറിയാണ്. അതുകൊണ്ട് എന്തു ചെയ്തു? ഞായറാഴ്ച പള്ളിപ്പോക്ക് അങ്ങ് നിർത്തി. ആര്? ഞാൻ വളരെ സങ്കടത്തോടെ ഈ കൊച്ചോട് ചോദിച്ചു. അങ്ങനെ ഒരു സങ്കടം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഒരു അബദ്ധം അവർ കാണിച്ചുകൊണ്ട് ചെയ്തിട്ട് നിങ്ങളത് തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ കണ്ടീഷണൽ സ്പിരിച്വാലിറ്റിയുടെ ഇരയാണ്. ആ ഇരയായതുകൊണ്ട് തന്നെ നിങ്ങൾ കർത്താവിനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ കൊച്ചിന് ഈ ജോലി കിട്ടാൻ, ഈ രാജ്യത്തേക്ക് എത്താൻ വേണ്ടി അവൾ കേരളത്തിലെ 14 ജില്ലകളിലെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി. അത്രയധികം ദൂരമുള്ള ധ്യാന കേന്ദ്രങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ പോവാൻ സമയം എല്ലാം ഉണ്ടായിരുന്നു. അവൾ പ്രാർത്ഥിച്ച് ഇത്ര കഷ്ടപ്പെട്ടോടുകൂടി ഈ ഒരു ധ്യാനം എടുത്തു, തപസ്സെടുത്തു, അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ച കർത്താവിനെ മറക്കുക എന്ന് മാത്രമല്ല, തള്ളിപ്പറയാണ്. കിട്ടുന്നുണ്ടോ? നിങ്ങൾ പറയാം, അച്ഛനിങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോരെ അല്ലേ? ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ കടബാധ്യത, ഞങ്ങളുടെ രോഗം, ഇതൊന്നും ഇല്ലാത്തൊരു 0 ലെവലിൽ നിന്നാണ് നിന്നെ ഈശോ അവിടെ എത്തിച്ചത്. പിടികിട്ടുന്നുണ്ടോ? ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഈ നാട്ടിൽ കൂടെ തേരാപ്പാര നടന്ന ഒരാളെയാണ് ഇന്ന് ആ രാജ്യത്ത് കർത്താവ് എത്തിച്ചേക്കുന്നത്. ആ കർത്താവിനോട് കണ്ടീഷൻ വെക്കുകയാണ്, ഈ ഞായറാഴ്ചയും കൂടെ ഞാൻ പണിയെടുത്തില്ലെങ്കിൽ എങ്ങനെ കടം മാറും? നീ ഈ നാട്ടിലായിരുന്നേലോ? പിടിയിട്ടുണ്ടോ? നമ്മളിത് ആരോടെ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മളെല്ലാം കടന്നു പോയിട്ടുണ്ട്. ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലൂടെ. അത്ര കാവ്യാത്മകമായിട്ടല്ല എങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുണ്ട് മുറുക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ മുണ്ട് മുറുക്കി കൊടുക്കേണ്ട ചില അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന അവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളോ നിങ്ങളുടെ മുൻ തലമുറയോ അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിന് അനുഗ്രഹം കിട്ടി, ആരോഗ്യത്തോടുകൂടി പണിയെടുത്ത്, നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച്, ദൈവം തന്ന എല്ലാം ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ ഒരു ലെവലിലെത്തി. ഇന്ന് പള്ളി വരാൻ മടി, പള്ളി വന്ന ഒച്ചത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ മടി, ഒരു ഹല്ലേലൂയ പറയാൻ മടി, ഒന്ന് മുട്ടുകുത്താൻ മടി. ഇതെവിടുന്ന തുടങ്ങിയെന്ന് ഓർക്കണം. വന്ന വഴി ഓർക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ മുമ്പേ നിന്ന് വഴി കാണിച്ചവനെ നിങ്ങൾ മറക്കുന്നത് വല്ലാത്തൊരു തെറ്റാണ്. വന്ന വഴി മറക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷേ മുമ്പേ വഴി കാണിച്ച് നടന്നവനെ മറന്ന് തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന ഈ ജീവിതം ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് ഇടം വരെ എത്തിച്ചു. ഇതൊന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടി എവിടെ വരെ എത്ര കിലോമീറ്റർ ഓടിച്ചു പോകാൻ പറ്റി. പക്ഷെ ഇതൊന്ന് സാധിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോയെ വേണ്ട. വലിയൊരു അപകടമാണ്, വലിയൊരു അപകടം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ ഒരു തോന്നലാണ്, എനിക്കറിയില്ല. നിങ്ങൾ പലരും ഇങ്ങനെ പല വഴികളും മുടങ്ങി കിടക്കണം. പല വഴികളും, ഭൗതികമായ പല വഴികളും മുടങ്ങി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിഷമിപ്പിക്കാൻ വേണ്ടി പറയാൽ ഇതൊരു വലിയ സത്യമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്തിനാ ഈശോ ഇത്രയും താമസിക്കുന്ന ഈ കാര്യത്തിന്? ശരിയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ വിധി കൽപ്പിക്കുകയല്ല, ഒന്നിനും വിധി കൽപ്പിക്കുകയല്ല. എന്തിനാണ് ഈശോ ഇങ്ങനെ താമസിക്കുന്ന ചില കാര്യങ്ങളിൽ? നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യത്തെ അങ്ങ് ഓർത്താൽ മതി. ഒരുപക്ഷെ ഒരു ജോലിയുടെ ആയിരിക്കാം, നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ആഗ്രഹം. ഇതിങ്ങനെ പെൻഡിങ് നടക്കുകയാണ്. കുറേ പേര് പോയി, പ്രാർത്ഥിക്കാത്തവർ വരെ പോയി. നിങ്ങൾ മാത്രം, നിങ്ങളുടെ വീട്ടിൽ മാത്രം ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഞാൻ ഇതിലൂടെ ചോദിക്കട്ടെ, ഈശോയ്ക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട് നീ ആഗ്രഹിച്ച സ്ഥലത്ത് നിന്നെ എത്തിച്ചാൽ നീ ഈശോയെ മുറുകെ പിടിക്കുമെന്ന് ഈശോയ്ക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട്? ഇതുകൊണ്ടാണോ താമസിക്കുന്നത്? ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കി. അറിയത്തില്ല, എനിക്കത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാനത് വിടുകയാണ്. ഇതായിരിക്കുമോ ഈശോ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്? അങ്ങനെ ഡിലേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാം. കർത്താവേ, ഞാൻ എവിടെ ചെന്നാലും നിന്നെ കൈവിടില്ല, നിന്നെ തള്ളിപ്പറയില്ല എന്നൊരു തീരുമാനം എടുക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് വാടിയല്ല. യാക്കോബിനെ കുറ്റം പറഞ്ഞപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നല്ലേ? ഇത് നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിയായി അല്ലേ? ചെറുതായിട്ട് കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, നമ്മളെ ബാധിക്കുന്നുണ്ട്. എല്ലാം തന്ന ഓക്കെ, ഇല്ലേ പോക്ക എന്നൊക്കെ പറഞ്ഞുള്ള നമ്മുടെ ആത്മീയത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അപകടമാണ്, വലിയൊരു അപകടം. നമുക്ക് മുമ്പേ നിഖിൽ പറഞ്ഞതുപോലെ ഈ സൗഖ്യം സംഭവിച്ചാലും സൗഖ്യം സംഭവിച്ചില്ലെങ്കിലും, ഈ കട്ടിലേ നിന്ന് എഴുന്നേറ്റാലും, ഈ കിടപ്പ് കട്ടിലെ കിടന്നു പോയാലും എനിക്ക് എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നോർത്ത് ഒരു സൈഡിൽ ഭൗതിക അനുഗ്രഹം, മറ്റൊരു സൈഡിൽ ആത്മീയ അനുഗ്രഹം, രണ്ടും കിട്ടിയിട്ടും
യാക്കോബിന് തൃപ്തി വന്നിട്ടില്ല, യാക്കോബ് മിടുക്കനായിട്ടില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണോ? വേണം. ചാടി എഴുന്നേ. രാത്രിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങൾ വീണാൽ എന്നാ ചെയ്യും ഞാൻ? കരങ്ങൾ രണ്ടൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? കണ്ണുകളൊന്ന് അടച്ചേ. ഈശോയെ, എവിടെയെങ്കിലും വെച്ച് അങ്ങേ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ചില പ്രാർത്ഥനകളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ തെറ്റുകൾക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അങ്ങ് തരാതിരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, അങ്ങ് തുറന്നു തരാത്ത ചില വാതിലുകളുണ്ട്. ആ ഒരു അനുഗ്രഹം നിഷേധിച്ചതിൻ്റെ പേരിൽ അങ്ങേ തള്ളി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിലൊരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈശോയെ അങ്ങില്ല, അങ്ങ് ജീവിക്കുന്നില്ല, ഇതൊക്കെ ഒരു കെട്ടുകഥയാണ്, സങ്കല്പമാണെന്നൊക്കെ ചിന്തിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ഈശോയെ, അങ്ങൻ്റെ കൂടെയുണ്ടെന്നും യാക്കോബിന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങൻ്റെ കൂടെയുണ്ടെന്നും ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവ് നാളിതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഒപ്പം തന്നെ എവിടെയെങ്കിലും വെച്ച് ഈശോയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ സമയം അത്തരം തുറന്ന് ശക്തിയോടെ സ്തുതിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ രണ്ട് കൈയിലും കൂടെ ഒന്ന് പിടിച്ചേ, കണ്ണിലൊന്ന് നോക്കിക്കേ. ഈശോ തന്ന അനുഗ്രഹം മറന്നു പോവോ ചോദിച്ചേ? നന്ദികേട് കാണിക്കുമെന്ന് ചോദിച്ചേ? ഇല്ലെന്നാണോ അവർ പറഞ്ഞേ? മറക്കുമെന്നാണോ പറഞ്ഞേ? ഇല്ല. അവരെ ഇടയ്ക്ക് ഓർപ്പിച്ചോണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ളവരെയും നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഓർപ്പിച്ചോണം. ഈശോ തന്നതെല്ലാം മറക്കാതിരിക്കുക. വഴി നടത്തിയവനെ മറക്കാതിരിക്കുക. തിരക്കുകൾക്കിടയിൽ ഈ തിരക്ക് തന്നവനെ മറക്കാതിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മിനിറ്റ് ഒന്ന് നിന്ന് കേട്ടോ. കുഴപ്പമുണ്ടോ? ഇല്ല. എന്നാൽ 2-3 മിനിറ്റ് നിന്ന് കേൾക്ക്. നല്ല രസമാണ് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. നിങ്ങൾ കുറച്ച് നേരം നിൽക്കും. നമ്മളിതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. യാക്കോബ് ജീവിതം മുമ്പോട്ട് പോകുന്നു, ഇയാളുടെ അനുഗ്രഹം പൂർത്തിയാവുന്നില്ല. ഇത് എഴുന്നേറ്റ് നിൽക്കുന്നത് യാക്കോബിനോട് വല്ലാത്തൊരു ബഹുമാനം കൊണ്ടാണ്. കാരണം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇനി വരാൻ പോവാണ്. ലൈൻ അടിക്കാൻ പോവാണ്. അമ്മാവൻ്റെ വീട്ടിൽ ചെന്ന്, ലാബാൻ്റെ വീട്ടിൽ ചെന്ന് നല്ലൊരു കൊച്ചിനെ വഴി വെച്ച് കണ്ടു. കൊച്ചിൻ്റെ പേരെന്താണ്? റാഹേൽ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു പ്രണയം. ആരും ഇല്ലോ അല്ലേ? റാഹേൽ, സുന്ദരിക്കുട്ടിയായ റാഹേൽ. ഒറ്റ കാഴ്ചയിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. വീണു. യാക്കോബ് മലക്കുത്തം മറിഞ്ഞു പോയി അഭ്യർത്ഥിച്ചു. നമ്മളെപ്പോലെ ചുമ്മാ ഒരു ധൈര്യമില്ലാത്ത കാമുകനല്ല അയാൾ ഓടിപ്പോയി പറഞ്ഞു, ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. നല്ല പെങ്കൊച്ചായതുകൊണ്ട് ഇഷ്ടമാണെന്ന് കേട്ട റാഹേൽ ഓടിപ്പോയി അപ്പനോട് പറഞ്ഞു, അയ്യോ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയരുത്. അവൾ നല്ല മിടുക്കിയായ കൊച്ചായതുകൊണ്ട് അവൾ പോയിട്ട് അപ്പനോട് പറഞ്ഞു, ദേ വഴിയെ പോയൊരു അങ്കിളല്ല ചേട്ടൻ എന്നോട് ഐ ലവ് യു പറഞ്ഞു. അങ്ങനെ വീട്ടിൽ അറിയിച്ചു. ലാബാൻ വിളിച്ചു. ലാബാൻ യാക്കോബിന്റെ സ്നേഹമൊക്കെ അറിഞ്ഞിട്ട് ഇവൻ റാഹേലിനെ ഇല്ലാണ്ട് പോവുകയല്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാ അമ്മായിയപ്പന്മാരുടെയും മാതൃകാ പുരുഷനായ ലാബാൻ ആ സിറ്റുവേഷനെ നന്നായിട്ട് അങ്ങ് ഊറ്റിയെടുത്തു. ഇവന് സ്നേഹം സത്യമെന്ന് മനസ്സിലായപ്പോൾ ലാബാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ കൊച്ച് റാഹേലിനെ ഞാൻ തരാം, ഒറ്റ കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? 7 വർഷം എനിക്ക് വേണ്ടി പണിയെടുക്കുക. അതാണ് സ്ത്രീധനം. 7 വർഷം എനിക്ക് വേണ്ടി പണിയെടുക്കുക. യാക്കോബ് പറഞ്ഞു, റാഹേലിന് വേണ്ടി എന്തും ചെയ്യാം റാഹേലിന് വേണ്ടി. 7 കൊല്ലം പട്ടിപ്പണിയെടുത്തു. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ മാനവരിൽ മഹോന്നതനായ ലാബാൻ ചേട്ടൻ അടുത്ത പണി ഒപ്പിച്ചു. ഇവൻ പോകൂലെന്ന് മനസ്സിലായി. സൂക്ഷിച്ചൊക്കെ പ്രേമിക്കണം കേട്ടാ. പറഞ്ഞു 7 കൊല്ലം കൂടെ പണിയെടുക്കാൻ പറഞ്ഞു. യാക്കോബ് എന്നാ പറഞ്ഞു? എന്നാ അതർ സൈഡ് പരിപാടി എന്നൊന്നും ചോദിച്ചില്ല. യാക്കോബ് സമ്മതിച്ചു. കാരണം ആരെ വേണം? റാഹേലിനെ വേണം. 7 കൊല്ലം കൂടെ. ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ആ 7 വർഷം ഒരാഴ്ച പോലെ തോന്നിയോളന്ന്. ആഹാ അല്ലേ? സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്, സമയം പോകുന്ന അറിഞ്ഞൂടാ. പറ അല്ലേ? പ്രണയം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ടീമുകളാണ്. ഇനി ആ പ്രണയം ഇല്ലെങ്കിലോ ഒരു ദിവസം എന്നാ പോലെ തോന്നും. ചേച്ചിമാര് മാത്രം പറയുന്നത് എന്നാ പറ്റി ചേച്ചി? ആരാ ഒച്ചത്തിൽ പറഞ്ഞേ? സാരമില്ല, ശുദ്ധീകരണ സ്ഥലത്ത് കുറച്ച് ദിവസം കുറഞ്ഞതങ്ങ് വിചാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വല്ലതും മനസ്സിലാവണ്ടോ നിങ്ങക്ക്? സ്നേഹം കുറഞ്ഞു പോയാൽ ഒരു ദിവസം ഒരു 100 ദിവസം പോലെ തോന്നും. സ്നേഹം ഉണ്ടെങ്കിലോ മണിക്കൂറുകൾ കടന്നു പോകും, നമ്മൾ അറിയില്ല. ഒരു പയ്യൻ ഇന്നാൾ എന്നോട് ഒരു പ്രാർത്ഥന യോഗം പറഞ്ഞു. ദൈവമേ, എൻ്റെ ചങ്കടിച്ചു പോയി. എന്നോടൊക്കെ ഇങ്ങനെ പറയാവുന്നു. അവനോട് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കൊച്ചിപ്പം എന്നോട് വലിയ മിണ്ടാറില്ലെന്ന്. ആ കൊള്ളാം, എന്നെ പറ്റിയാണോ? വഴക്കാണോ? വഴക്കല്ല അച്ഛാ, അവൾക്ക് ഉറക്കം വരണം.
ഉറക്കം വരുന്ന ഒരു തെറ്റാണോ പയ്യാൻ? അല്ല അച്ഛൻ, അവളിപ്പോ നേരത്തെ കടന്നുറങ്ങണമെന്ന്. അച്ഛൻ അത് പ്രാർത്ഥിക്കണം. എന്ത്? അവള് നേരത്തെ കടന്നുറങ്ങാതിരിക്കാൻ. ഡൈ ഞാൻ ചോദിച്ചു, അതന്നെ ഇപ്പൊ നിങ്ങൾ നേരത്തെ കടന്നുറങ്ങുന്നത് എന്നാ പറ്റി? അവൾ ജോലിയൊക്കെ ചെയ്യുവാണോ, അതുകൊണ്ട് ക്ഷീണമൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇല്ല അച്ഛാ, നേരത്തെ 3 മണി വരെ വർത്താനം പറയാറുണ്ട്. ഇപ്പോഴോ 12:30 ആകുമ്പോൾ അവൾക്ക് വായിക്കോട്ടെ വരുവാന്ന്. എന്നെ ചെയ്യണ്ട? ഞാൻ ചോദിച്ചേട്ടാ, ഈ 3 മണി വരെ കൊതി കൊണ്ടല്ല ചോദിച്ച്. 3 മണി നിങ്ങൾ എന്നെ എന്തിനാ അങ്ങനെ നോക്കണേ? സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു വിഷമം. ഈ 3 മണി വരെ എന്നോടാണെ രാവിലെ 5 മണി വരെ വർത്താനം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വാ. അപ്പോൾ ഞാൻ ചോദിച്ചാടാ, ഈ 3 മണി വരെ എന്നാ വർത്താനം പറയാനിരിക്കുന്നത്? എന്നാ പറയാനാ? ഇത്രേ ഉള്ളൂ. പിന്നെയോ, ഞൂഞ്ഞി കിടന്നോ? കൊച്ചുറങ്ങിയാ? വാവ എന്നാ എടുക്കുക? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്നാ ഉണ്ട്? ഞാൻ പറയടാ, പൊന്നു മോനെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നിങ്ങൾ 2 പേരും നേരത്തെ കടന്നുറങ്ങുക. 2 പേർക്ക് നേരത്തെ കടന്നുറങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അതല്ലേ നല്ലത്? സമയം പോലെ അറിയുന്നില്ല. രാവിലെ 3 മണി ആയിട്ടിപ്പോൾ അവൻ്റെ കണ്ണിങ്ങനെ ചുമന്ന ബൾബ് പോലെ ഇരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പണിക്കും പോകണം. പക്ഷെ പ്രണയം ഉള്ളപ്പോൾ ഈ സമയം പോകുന്നത് അറിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ യാക്കോബിന് 7 വർഷം ഒരാഴ്ച പോലെ തോന്നിയുള്ളൂ. 14 ദിവസം കഴിഞ്ഞു, 14 വർഷം കഴിഞ്ഞു. 14 വർഷത്തിനൊടുക്കം നാട്ടുകാരെയൊക്കെ വിളിച്ചു ചേർത്ത് സദ്യയൊക്കെ കൊടുത്ത് നല്ല പോലെ പുട്ടൊക്കെ അടിച്ച് കല്യാണം നടന്ന രാത്രി, നമ്മളിത് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പറ്റിയ കേസാണ്. നമുക്കിതൊരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റില്ലാത്ത കാര്യമാണ്. രാത്രിയിൽ ഭാര്യയുടെ കൂടെ അയാൾ കടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേക്കുമാണ് ഈ ടീം അറിയണത് റാഹേലല്ലെന്ന്. അവൻ എന്നാട്ടി മനുഷ്യനാണ്. ആ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മാട്ട സാധനം വലിച്ചു കയറ്റിയാലും എന്തായാലും പിടികിട്ടില്ലേ? ഞാൻ ഈ 14 വർഷം വായി നോക്കിയ ആളാന്ന് പിടികിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബൈബിളിൽ ഇതെന്താ ഇങ്ങനെ കിടക്കണമെന്ന്? ഇത്രയും മണക്കൂസനായി പോയോ നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സൈഡിൽ ഭൗതിക അനുഗ്രഹം, മറ്റൊരു സൈഡിൽ ആത്മീയ അനുഗ്രഹം. നിന്റെ അനുഗ്രഹം പൂർത്തിയായിട്ടില്ല. അനുഗ്രഹം പൂർത്തിയാവണമെങ്കിൽ നീ ചെയ്ത ചിലതിനൊക്കെ പരിഹാരം ചെയ്തേ മതിയാവും. ഇപ്പോഴും പല അനുഗ്രഹങ്ങളും വഴിയിൽ വന്ന് തടഞ്ഞു നിൽക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, പരിഹാരം ചെയ്തിട്ടില്ല. ഇരുന്നേ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നും. പറഞ്ഞു ഹല്ലേലൂയ. സത്യം പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചേർത്ത് ചിന്തിക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ചില അനുഗ്രഹങ്ങൾക്ക് തടസ്സം ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്, താമസിപ്പിക്കുന്നത് നീ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ഉള്ള ഉറപ്പില്ലാത്തതുകൊണ്ടായിരിക്കും. മറ്റൊരു കാരണം, ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാരണം ഉണ്ടാകാം. നീ ചെയ്ത ചില തെറ്റുകളുണ്ട്. ഇപ്പോഴും പള്ളി വന്ന് മുട്ടുകുത്തിരിക്കുന്നു, ഇപ്പോഴും ഇവിടെ നിന്ന് ഹല്ലേലൂയ പറയുന്നു, ഇപ്പോഴും നല്ല വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നു. പക്ഷേ നീ ചെയ്ത ചില തെറ്റുകൾ, ആ തെറ്റുകൾക്ക് പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുക തന്നെ ചെയ്യും. ശ്രദ്ധിച്ചിരിക്കണം. യാക്കോബ് ഒരു വലിയ തെറ്റ് ചെയ്തു. ആരോട്? ഏസാവിനോടാണോ? ഏസാവിനോടല്ല. കാരണം യഹൂദ പാരമ്പര്യങ്ങളിൽ, യഹൂദ ജീവിത രീതിയിൽ നാട്ടുകാരോടോ ബന്ധുക്കളോടോ ചെയ്യുന്ന പോലെ അല്ല തെറ്റ്. അപ്പനോട് ചെയ്യുന്ന തെറ്റ്. അപ്പനോട് തെറ്റ് ചെയ്താൽ അത് ആരോട് തെറ്റ് ചെയ്ത പോലെയാണ്? ദൈവത്തോട് തെറ്റ് ചെയ്ത പോലെയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തോട് ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്തേ മതിയാവും. പരിഹാരം ചെയ്യണമെങ്കിൽ അവൻ അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യാക്കോബ് ഒരു വലിയ തെറ്റ് ചെയ്ത തെറ്റ് കണ്ണ് കാണാത്ത അപ്പന്റെ കണ്ണിലെ ഇരുട്ടിനെ അവൻ പറ്റിച്ചു. ശരിയാണോ? അവൻ ആഗ്രഹിച്ച അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ അപ്പന്റെ കണ്ണിലെ ഇരുട്ടിനെ അവൻ ദുരുപയോഗിച്ചു. അങ്ങനെയെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം അവന് കിട്ടണമെങ്കിൽ അതേ ഇരുട്ടിലൂടെ അവൻ കടന്നു പോകണം. ഒരു രാത്രിയുടെ ഇരുട്ടിൽ കൂടെ കിടക്കുന്നത് ആരാണെന്ന് മനസ്സിലാവാതെ അവൻ്റെ കണ്ണ് അന്ധമായി പോകുന്നത് പോലെ അവനൊരു പരിഹാരം ചെയ്യേണ്ടി വന്നു. കിട്ടുന്നുണ്ടോ? ഈ മൂത്തവനെ നിർത്തിയിട്ട് ഇളയവന് അനുഗ്രഹം കൊടുത്തതുപോലെ അതൊരു തെറ്റാണെങ്കിൽ അതിന് പരിഹാരം അവളെ നിർത്തിയിട്ട് ഇളയവളെ കൊടുക്കത്തില്ല. കിട്ടുന്നുണ്ടോ? അവൻ ആഗ്രഹിച്ചത് ഇളയവളെയാണ്, പക്ഷെ അപ്പം കൊടുത്തത് ആരെയാണ്? മൂത്തവളെ. കാരണം നീ മൂത്തവനെതിരെ പറ്റിപ്പ് നടത്തിയെങ്കിൽ, അവനെ ചതിച്ചെങ്കിൽ അതേ നാണയത്തിൽ നീ പരിഹാരം ചെയ്താലേ ചില അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു കിട്ടുകയുള്ളൂ. ഇത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. യാക്കോബിന്റെ കണ്ണിന് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ അപ്പന്റെ കണ്ണിലെ ഇരുട്ട് അവൻ പറ്റിക്കാൻ ഉപയോഗിച്ചപ്പോൾ അവന്റെ ചുറ്റും നിന്ന് അന്തരീക്ഷം മുഴുവൻ ഇരുട്ടാക്കിക്കൊണ്ട് കർത്താവ് അവനെയും തിരിച്ച് പറ്റിച്ചു, അവന് പരിഹാരം ചെയ്യിപ്പിച്ചു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ വർഷമൊക്കെ ക്രിസ്തുമസിന് ഒരുങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് ഒരുങ്ങി കുമ്പസാരിക്കും. നിങ്ങളുടെ കുമ്പസാരത്തിൻ്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തോ? നന്നായിട്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല കുമ്പസാരമായിട്ട്
നാളിതുവരെ സെലിബ്രേറ്റ് ചെയ്ത ഏറ്റവും വിശുദ്ധമായ ക്രിസ്മസ് ആയിട്ട് ഈ വർഷം നിങ്ങൾ ആഘോഷിക്കണം. ആ ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വർഗത്തോട് ചേർന്ന് ആഘോഷിക്കുന്നത് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ്. ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല കുമ്പസാരമായിട്ട് ഈ വർഷം നിങ്ങളത് മാറ്റണം. ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട്. നിഖിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ലാസ്റ്റത്തെ നൈറ്റ് വിജിൽ ആണെങ്കിൽ എന്നാ ചെയ്യും അല്ലേ? ഇത് നമ്മുടെ ലാസ്റ്റത്തെ നൈറ്റ് വിജിൽ ആണെങ്കിൽ, ഇത് നമ്മുടെ അവസാനത്തെ ക്രിസ്മസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ നീട്ടി വെക്കുകയാണ്. ഇനിയും അവസരങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ര അധികം അവസരങ്ങളില്ല. ആ അവസരങ്ങളുണ്ടെന്ന് നമ്മൾ കരുതിയ കുറേ പേര് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. കഴിഞ്ഞ വർഷം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു നൈറ്റ് വിജിൽ ഇരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അടുത്ത വർഷം വാട്ട് ഇഫ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ക്രിസ്മസ്? വാട്ട് ഇഫ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ചാൻസ് ടു കൺഫസ്? അവസാനം കുമ്പസാരിക്കാനുള്ള ഒരു അവസരമാക്കിയാണ് ഇതെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ വർഷത്തെ കുമ്പസാരം ഏറ്റവും അടുത്ത സമയത്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ കുമ്പസാരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പരിഹാരം ചെയ്താൽ മാത്രമേ, ആ പാപത്തിന് പരിഹാരം ചെയ്താൽ മാത്രമേ കർത്താവ് ചില വാതിലുകൾ തുറക്കുകയുള്ളൂ. യാക്കോബ് പരിഹാരം ചെയ്തു. സ്വത്ത് വകകളൊക്കെ വർദ്ധിക്കുന്നു. ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ലാബാനെക്കാട്ട് സ്വത്ത് വർദ്ധിക്കുന്നു. അവിടെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നു. യാക്കോബിന്റെ ഭൃത്യന്മാരും ലാബാന്റെ ഭൃത്യന്മാരും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഈ വഴക്കിൽ നിന്ന് യാക്കോബ് ഒളിച്ചോടുന്നു. ലാബാനുമായിട്ടൊരു കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നു. തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഒരിക്കൽ കൂടി യാക്കോബിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 32-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ കണ്ട അതേ ദൂതന്മാരെ പോലെ തന്നെ മറ്റൊരു ദൂത സൈന്യം ഇവിടെ വന്ന് നിൽക്കുകയാണ്. യാക്കോബിനോട് പറയാണ്, ഇനിയും ഒരു പരിഹാരം കൂടെ ചെയ്യാനുണ്ട്. എന്താണ് പരിഹാരം? അപ്പനെ പറ്റിച്ചു, പരിഹാരമായി. ഒരാളെ കൂടെ പറ്റിച്ചിട്ടുണ്ട്. ആരെ? ചേട്ടനെ പറ്റിച്ചു. എന്നെ ചെയ്യണം ചേട്ടനെ പറ്റിച്ചെങ്കിൽ? പരിഹാരം ചെയ്യണം. പരിഹാരം എന്താണെന്നറിയോ? ചേട്ടനെ പോയി കാണണം, ക്ഷമ ചോദിക്കണം. യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമാണ്. പക്ഷെ അയാൾ ഉചിതമായൊരു തീരുമാനം എടുത്തു. ചേട്ടനെ പോയി കാണാൻ തീരുമാനിച്ചു. നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരു കൈർത്താവോ? ബന്ധുക്കൾ വഴക്കുണ്ടാക്കിയവർ? ഇല്ല, പുണ്യപിതാക്കന്മാരാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം കേട്ടോ നമുക്ക് പോകുമ്പോൾ. സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയവരുണ്ടോ? കൈപ്പൊക്കണ്ട പോട്ടെ. ഇവിടെ കടന്ന് ഇനി അടിയുണ്ടാക്കാതെ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം. ഒന്ന് നിവർന്നിരിക്കും. രാത്രിയാണ്. ഒരു സിറ്റുവേഷൻ, അതായത് എനിക്ക് ഈ സിറ്റുവേഷൻ വന്നിട്ടില്ല. വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്വത്ത് തർക്കമോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനുമില്ല. ചാച്ചനെല്ലാം എൻ്റെ പേരിലാണ് എഴുതി വെച്ചത്. നല്ല കാര്യം. അതുകൊണ്ട് പക്ഷെ നമുക്കത് വേണ്ടതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാനുള്ള സാധ്യത ഇല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. രണ്ട് സഹോദരങ്ങൾ അപ്പൻ്റെ സ്വത്ത് രണ്ടുപേർക്കും കൂടെ വീതിക്കുന്നു. ഒരാൾക്ക് കൂടിപ്പോയി, ഒരാൾക്ക് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് സ്വത്തിൻ്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ, സഹോദരങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. ഇതിലൊരാൾ മറ്റേയാളെ ചതിക്കുകയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ചേട്ടൻ അനിയനെ ചതിക്കായിരുന്നു, അല്ലെ അനിയൻ ചേട്ടനെ ചതിക്കായിരുന്നു വിചാരിക്കാം. ഒരു ദിവസം ഈ ചതിച്ച ആൾക്ക് മാനസാന്തരം വരികയാണ്. ഇപ്പോൾ അച്ഛനെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് പറ്റിച്ചു, ഭയങ്കരമായിട്ട് അച്ഛനെ ഞാൻ വേദനിപ്പിച്ചു. ഇന്ന് ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ലോഹയൊക്കെ വലിച്ചു കീറി, അച്ഛനെ ചീത്ത പറഞ്ഞു, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, അച്ഛനെ കളിയാക്കി. ഞാൻ പോയി. ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു ധ്യാനം കൂടിയിട്ട് ജിൻസച്ചൻ മാനസാന്തരപ്പെടുകയാണ്. മാനസാന്തരപ്പെടുന്ന സമയത്ത് എന്നെ കുമ്പസാരിപ്പിച്ച അച്ഛൻ എന്നോട് പറയാണ്, 5 വർഷം മുമ്പ് ഇരിങ്ങാലക്കുടയിൽ ഒരു അച്ഛനെ വേദനിപ്പിച്ചില്ലേ, ഒന്ന് പോയിട്ട് ക്ഷമ പറയണം. നല്ലതല്ലേ? ധ്യാനം കൂടിയ ഒരു സ്പിരിറ്റിൽ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വരികയാണ്. അച്ഛൻ എവിടെയോ ദൂരദേശത്ത് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ചെല്ലുകയാണ്. എന്നാ മൂഡിലായിരിക്കും അച്ഛൻ പറ, എന്നാ മൂഡിലായിരിക്കും? ഞാൻ നിങ്ങളുടെ മുമ്പിലിട്ടാണ് അച്ഛനെ കളിയാക്കിയത്, അപമാനിച്ചത്, അച്ഛനെ നാണം കെടുത്തി, അച്ഛനെ കരയിപ്പിച്ചു. ഉറപ്പായിട്ടും മാനുഷികമായിട്ട് ദേഷ്യം കാണും. സത്യമാണോ? നിങ്ങളുടെ അച്ഛനാ പറഞ്ഞോ? ദേഷ്യം കാണും. നിങ്ങളോട് ഉണ്ടെന്ന് ദേഷ്യം കാണും. സാധാരണ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. 5 വർഷം കഴിഞ്ഞ് ഞാൻ മാനസാന്തരപ്പെട്ടു. പക്ഷെ ഞാൻ അച്ഛനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ അത്ര ഈസി ആയിരിക്കുമോ ഈ സിറ്റുവേഷൻ? കാരണം 5 കൊല്ലമായിട്ട് ഇയാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് എന്നാന്ന് പറഞ്ഞോട് ചിലപ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യം കാണും. പക്ഷെ അച്ഛനോട് ക്ഷമ ചോദിക്കാൻ പോകുമ്പോൾ അച്ഛൻ്റെ ദേഷ്യം കുറയ്ക്കാനും എന്നോട് ഇച്ചിരി സ്നേഹം തോന്നാനും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്, അച്ഛന് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് പോവുക. ശരിയാണോ? ഹലോ, ഇതൊരു നല്ല ടെക്നിക്കാണ്. ഈ വർഷം ക്രിസ്മസ് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ പോകും, വഴക്കുണ്ടാക്കിയവരുടെ അടുത്തേക്കൊക്കെ പോകും. ചിലപ്പോൾ കേക്ക് തലയിലിരിക്കും, ഇല്ലെങ്കിൽ കേക്ക് മുറിക്കുന്ന പോലെ ഒരു മുറി കിട്ടും. എന്തെങ്കിലും ആട്ടെ, ഒരു മുറി ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. ക്ഷമ ചോദിക്കാൻ ചെല്ലുകയാണ് യാക്കോബ് ഏസാവിൻ്റെ അടുത്തേക്ക്. പോകുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ഇവൻ വല്ലാത്ത കോംപ്ലക്സ് ഉള്ള ഒരു മനുഷ്യനാണ്. ഒപ്പം തന്നെ ഈ തൂത്താപ്പൂകലെന്ന് പറയില്ലേ, ജാത്യാലുള്ള തൂത്താപ്പൂകലെന്ന്,
ഈ ടെക്നിക്ക് അവസാനം വരെ ഉണ്ടോ, ഈ കൗശലം അവസാനം വരെ ഉണ്ടോ? അവനൊരു ടെക്നിക്ക് ഉപയോഗിച്ചു. ചേട്ടൻ ദേഷ്യം തോന്നാണ്ടിരിക്കാൻ വേണ്ടി ചേട്ടന് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം, 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. 2 ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പ് ലയയുടെ മക്കള്, ആട്ടുകുഞ്ഞുങ്ങൾ, ഒട്ടകം, സ്വർണം എല്ലാം കൂടെ ലയായുടെയും മക്കളുടെയും കയ്യിൽ കൊടുത്ത് മുമ്പിൽ വിട്ടു. രണ്ടാമതൊരു ഗ്രൂപ്പ് റാഹേലിന്റെ പിള്ളേര്, ഒട്ടകം, ആടുമാടുകൾ, കുഞ്ഞുങ്ങൾ, പിന്നെ വസ്തുവകകൾ, സ്വർണം, നിധിയൊക്കെ ആയിട്ട് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ്. കോംപ്ലക്സിന്റെ ഉസ്താദാണ്. ആദ്യ ലയായെയും ഗ്രൂപ്പിനെ വിട്ടു, രണ്ടാമത് റാഹേലിനെയും ഗ്രൂപ്പിനെ വിട്ടു. ഏറ്റവും പുറകിൽ മണക്കൂസൻ, നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബ്. എടാ നീയൊക്കെ ഒരു ആണോണോ എന്നൊക്കെ നമ്മളായിരുന്നേ ചോദിച്ചാണ് അല്ലേ? ഇവനല്ലേ ശരിക്കും ആദ്യം മുമ്പിൽ പോണ്ടേ? ആദ്യം ലയായെ വിട്ടു. അതെന്തിനാ ലയായെ വിട്ട്? എപ്പോഴേലും ഒരു പണി കൊടുക്കണ്ടല്ലേ? അതുകൊണ്ട് ഏസാവ് നല്ല കട്ടക്കലിപ്പിലാണെങ്കിൽ അടി പൊട്ടുന്നത് ആർക്കിട്ടായിരിക്കും ആദ്യം? അവക്കിട്ട് ഒരെണ്ണം കിട്ടണം. അവക്കിട്ട് അടി കിട്ടുവാണെങ്കിൽ റാഹേലിനെയും കൂട്ടിക്കൊണ്ട് ഓടാം. പാവ യാക്കോബ് ഇത്രയൊന്നും ചിന്തിച്ച് കാണുകയല്ല കേട്ടോ, കൂടില്ല ബുദ്ധിയായ ജിൻസച്ചൻ ചിന്തിച്ചാണ്. നിങ്ങളും അതിൻ്റെ കൂടെ ചിന്തിച്ച്. പാപികളെ, ലയായ ആദ്യം വിട്ടു, രണ്ടാമത്തെ ഗ്രൂപ്പ് റാഹേലിനെ വിട്ടു. ഇവർക്ക് 2 പേർക്കിട്ട് അടി കിട്ടാണ്ടിരുന്നാൽ ഞാൻ സേഫ്. ചേട്ടനോട് ക്ഷമ ചോദിക്കും, ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ ആ രാത്രിയിൽ ഒരു സംഭവം നടക്കാണ്. യാബോക്ക് നദീതീരത്ത് യാക്കോബ് എത്തുന്നു. ഈ 2 ഗ്രൂപ്പിനെയും അക്കരെ കയറ്റി വിട്ടിട്ട്, നമ്മളതാണ് 32-ാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ വായിച്ചത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. ആ രാത്രി യാക്കോബിന്റെ രാത്രിയാണ്. യാബോക്ക് നദീതീരത്ത് എല്ലാ ആടുമാടുകൾ, സ്വത്തുവകകൾ, ഭാര്യമാര്, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുത്തതെല്ലാം അക്കരെ വിട്ട് ഇക്കരെ യാക്കോബ് ഒറ്റയ്ക്ക്. ആ രാത്രിയിൽ ആരുമില്ല, ഇരുട്ട് മാത്രം കൂട്ടായിട്ട് നിൽക്കുന്ന ആ രാത്രിയിൽ യാക്കോബിന്റെ അടുത്തേക്ക് ഒരാൾ ഇറങ്ങി വരികയാണ്. ദിസ് നൈറ്റ്, ഇന്ന് രാത്രി നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു രാത്രിയാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഉറക്കം കിട്ടാത്ത രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോ? ഇങ്ങനെ ഒരു യാബോക്ക് നദീതീരത്ത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതെല്ലാം അക്കരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൂരെ, നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ സാധിച്ചെടുത്ത്, നിങ്ങൾ നേടിയെടുത്തതെല്ലാം അങ്ങ് മാറി നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക്, ഒരാൾ പോലും നിങ്ങളോട് സംസാരിക്കാനോ, നിങ്ങളെ കേട്ടിരിക്കാനോ, നിങ്ങളുടെ അടുത്തിരിക്കാനോ, നിങ്ങളെ ആശ്വസിപ്പിക്കാനോ ഒറ്റയാൾ പോലും ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ നാട്ടിലൊന്ന് നാണം കെട്ടപ്പോഴായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയപ്പോഴായിരിക്കാം, നിങ്ങൾ അറിയാതെ ഒരു ദേഷ്യത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് എന്തോ പൊട്ടിത്തെറിച്ച് പറഞ്ഞപ്പോഴായിരിക്കാം, നിങ്ങളുടെ എല്ലാവരും നിങ്ങളെ ഇട്ടേച്ചു പോയി. നിങ്ങൾ മാത്രം ഇവിടെ ഒറ്റയ്ക്ക്, ആരും കൂടെയില്ല. സന്തോഷത്തിന്റെ സമയത്ത്, ആഘോഷങ്ങളുടെ സമയത്ത് നിങ്ങളുടെ വീടിന്റെ ചുറ്റുമതിലുകൾക്ക് മുറ്റും ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ദുഃഖത്തിന്റെ സമയത്ത് ചുറ്റുമതിൽ പോയിട്ട് നിങ്ങളുടെ 7 അയലക്കത്ത് നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളില്ലാത്ത രാവുകളും പകലുകളും. നിങ്ങൾ പലരെയും അവരുടെ വീട്ടിൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയ്യും മനസ്സും ഒക്കെ മറന്ന് നിങ്ങൾ പോയി സഹായിച്ചു. പക്ഷേ നിങ്ങൾക്കൊരു സഹായം ആവശ്യമായ സമയത്ത് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ, നിങ്ങളെ കേട്ടിരിക്കാൻ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറയാൻ ഒരൊറ്റ ആൾ പോലും ഇല്ലാത്ത സമയങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളിൽ പലരും. ഉറക്കം കിട്ടാത്ത രാത്രികൾ സമ്മാനിച്ച സങ്കടങ്ങൾ നിങ്ങൾക്ക് അത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും വലിയ സങ്കടം വന്നത്, എന്നും നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പ്രോമിസ് ചെയ്ത ചിലർ ഒരു കൂട്ടുകെട്ടിലായിരിക്കാം, ഇല്ലെങ്കിൽ വിവാഹ വാഗ്ദാനത്തിലൂടെ, വിവാഹമെന്ന കൂതാശയിലൂടെ അവസാനം വരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം. നിങ്ങൾക്ക് ദൈവം ദാനമായി തന്ന മക്കളായിരിക്കാം. അവസാനം വരെ ഇവർ കൂടെ കാണുമെന്ന് കരുതി ഇന്ന് അവരും കൂടെ ഇല്ല. കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരൊന്ന് തുടയ്ക്കാനോ, കണ്ണിലൂടെ അത് ചാലിട്ടൊഴുകുമ്പോൾ സാരമില്ലെന്ന് പറഞ്ഞൊന്ന് കവളെ തട്ടാനോ ഒരാളില്ല നിങ്ങളുടെ കൂടെ. കരഞ്ഞിട്ട് പൊട്ടി കരഞ്ഞിട്ട്, ചങ്ക് വാവിട്ട് കരഞ്ഞപ്പോൾ ഇതെല്ലാം കള്ളക്കണ്ണീരാണെന്ന് പറയുന്നവർ മാത്രം ചുറ്റും. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ആ കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു തലയണ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് തീർത്ത രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജാഗരണ രാത്രിയല്ല, ഉറക്കം കിട്ടാത്ത കണ്ണുനീരിൽ കുതിർന്നു പോയ രാത്രികൾ. ആ രാത്രികൾ എവിടെയോ വെച്ച് മതി, മരണം തന്നെ ഉത്തരമെന്ന് തീരുമാനിച്ചു പോയിട്ടുണ്ടാകാം. വീണ്ടും ഒന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ശരിയാകുമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതം മതിയെന്ന് തീരുമാനിച്ചു പോയ പകലുകൾ. കൂടെ നിന്ന സകലരും നമുക്കെതിരെ നിൽക്കുന്നു. നിങ്ങൾ പിടിച്ചു കയറ്റിയവരെല്ലാം നിങ്ങളുടെ കുതികാലിൽ പിടിച്ച് താഴെയിടുന്നു. നിങ്ങളെ ചേർത്ത് നിർത്തിയവരെല്ലാം നിങ്ങളെ അകറ്റി മാറ്റുന്നു. നിങ്ങൾ ഒന്നാണെന്ന് കരുതി, ഒറ്റയാണെന്ന് കരുതിയവരെല്ലാം നിങ്ങളെ ഇന്ന് ഒറ്റക്കൊടുത്ത് മാറ്റി നിർത്തുന്നു. ആരും കൂടെ ഇല്ല. അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് നന്നായിട്ട് മനസ്സാവും. അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് എന്തോ ഒരു കഥ, എന്തോ ഒരു സംഭവം നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു രാത്രിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്ന. ഒരു അവസാനത്തെ ആശ്രയമായിട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിയെങ്കിൽ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം നിങ്ങൾ അറിയണം. എല്ലാവരും അക്കരെ നിൽക്കുന്ന സമയത്ത് അവന്റെ കൂടെ ഒരാൾ ഇക്കരെ അവനെ ഒറ്റപ്പെടുത്താതെ അവന്റെ കൂടെ നിൽക്കുന്നു. ദൈവ സാന്നിധ്യം. പറഞ്ഞേ ഹല്ലേലൂയ. ശത്രു പറഞ്ഞേ ഹല്ലേലൂയ.
നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ സങ്കീർത്തനം 23:4 വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ശരിയല്ലേ? ഒറ്റപ്പെട്ടു പോകും, പലതവണ ഒറ്റപ്പെട്ടു പോകും. വലിയൊരു ഒറ്റപ്പെടൽ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. എപ്പോഴാണത്? മരണസമയം. മരിക്കുമോ? ആ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടോ? ആരുമില്ല. കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവസാനം ഇങ്ങനെ ആരെയൊക്കെ അടുത്ത് നിന്ന് സങ്കടത്തോടെ വിളിച്ചു പറയും, എന്നെ കൂടെ കൊണ്ടുപോകോ എന്നൊക്കെ പറഞ്ഞ് ചങ്കത്തടിക്കും. നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്ക്, അളിയൻ വാ എന്ന് പറ. നോ, അളിയൻ വിൽ നോട്ട് കം. പറച്ചിലൊക്കെ ഉള്ളൂ, ആരും വരില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണ് മരണസമയത്ത്. പാപ്പ അതിനോട് ചേർത്ത് പറയാണ്, ആ ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു സങ്കടം, നിങ്ങളോട് ആരും സംസാരിക്കാനില്ല എന്നുള്ളതാണ്, നിങ്ങളെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ പലതവണ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് മരണസമയത്ത് അതിൻ്റെ എക്സ്ട്രീം ഫോമിൽ, എക്സ്ട്രീം ഗ്രേഡിൽ നമ്മൾ അനുഭവിക്കും. നിങ്ങൾക്ക് ആരോടെങ്കിലും മിണ്ടാൻ പറ്റുമോ? നിങ്ങളുടെ ശവമഞ്ചത്തിന് ചുറ്റും വന്ന് നിൽക്കുന്ന, അതൊക്കെ ഒന്ന് ഓർത്ത് നോക്ക് കേട്ടോ, നന്നായിട്ട് ജീവിക്കാൻ തോന്നും. നിങ്ങളുടെ ശവമഞ്ചത്തിന് ചുറ്റും കുറച്ച് ആളുകൾ വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് പറയണമെന്നുണ്ട്, ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ചിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് പറയുന്നതും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് ആളുകൾ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കുന്നില്ല. ഒരച്ഛൻ അവിടെ നിന്ന് ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രധാന ഭാഗമായി നിന്നുകൊണ്ട് വചനം പറഞ്ഞു തരുന്നുണ്ട്, ആശ്വാസത്തിന്റെ വചനം പറഞ്ഞു തരുന്നുണ്ട്. ആ വചനം പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം അച്ഛൻ പറയും, ഇല്ലാത്ത നന്മയെല്ലാം പറയും. ശരിയാണോ? ചേട്ടനായിരുന്നു ഈ നാട്ടിലെ കരിങ്കല്ല്, ചേച്ചിയായിരുന്നു ഇതിനെടുത്ത പവിഴം മുത്ത്, ഇതുപോലൊരു ചേച്ചി, ഇതുപോലൊരു ചേട്ടൻ ഇനി ഉണ്ടാകുമോ? ലോകം ഇനി കാണുമോ? കേരളം ഇനി കാണുമോ? ഇങ്ങനെ ഒരു വ്യക്തി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞങ്ങളുടെ പവിഴമായിരുന്നു, ഞങ്ങളുടെ മുത്തായിരുന്നു, ഞങ്ങളുടെ കരിങ്കല്ലായിരുന്നു, ഞങ്ങളുടെ പാറക്കട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പിടിക്കും. പള്ളിയുടെ ഏറ്റവും മുമ്പിലായിരുന്നു, കൽത്താരയിൽ സക്രാരി തുറക്കുന്നതിന് മുമ്പേ, മാലാഖമാർ വന്നിറങ്ങുന്നതിന് മുമ്പേ ഈ ചേച്ചി വന്നിരുന്നു. ഇതുപോലൊരു ചേച്ചി ഇനി ഉണ്ടാകുമോ? കപ്പ്യാരിയേട്ടനെ വിളിച്ചുണർത്തിയത് ഈ ചേട്ടനായിരുന്നു, ഇതുപോലെ ഒരു പ്രാർത്ഥനക്കാരൻ ഇനി ഉണ്ടാകുമോ? ചുമ്മാ പറയുന്നതാണ്. കാരണം നിങ്ങളോട് അത്രയും ദേഷ്യമുള്ള അച്ഛൻ പോലും നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് പൊലിപ്പിച്ചേ പറയൂ. നിങ്ങൾ ചിലപ്പോൾ അച്ഛൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, എന്നാലും അച്ഛൻ നിങ്ങളെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ. മക്കളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട്, അച്ഛൻ, എൻ്റെ ഫാദർ മാറിപ്പോയോ, എൻ്റെ അമ്മ മാറിപ്പോയോ, ഇത് ആരെക്കുറിച്ച് പറയണേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് സകലരും നിങ്ങളെക്കുറിച്ച് നന്മ പറഞ്ഞാലും നിങ്ങളിത് കേൾക്കുന്നില്ല. എക്സ്ട്രീം സൈലൻസ്, എക്സ്ട്രീം സോളിറ്റ്യൂഡ്. ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ പറയുക, വിശ്വാസ പ്രമാണം വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയും, അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പറയുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട്. എന്താണത്? മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ, അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങി. ആര്? ഈശോ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടക്കേണ്ടി വന്നാലും നീ ഭയപ്പെടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നീ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ ആർക്കും പറ്റില്ല, നിന്നോട് സംസാരിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ നീ ആ മരണത്തിന്റെ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും നിന്റെ കൂടെ നടക്കാൻ അപ്പോഴും ഒരാളുണ്ട്, ഈശോ. നീ ഭയപ്പെടരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പാപ്പ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. നിന്റെ മരണസമയത്ത് വരെ നിന്റെ കൂടെ നിൽക്കാനും നിന്നെ കേൾക്കാനും നിന്നോട് സംസാരിക്കാനും ഉള്ളപ്പോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരുമില്ലെന്ന് പറഞ്ഞ് കരയാൻ നിനക്കെന്താ അവകാശം? അർത്ഥം പിടികിട്ടുന്നുണ്ടോ? അവിടെ ആരും എത്തിപ്പെടാൻ സാധ്യമില്ലാത്തൊരു സ്ഥലത്ത് എത്താൻ പറ്റുന്ന ഒരാൾ നിന്റെ കൂടെ ഉള്ളപ്പോ ഈ ഭൂമിയിൽ എൻ്റെ കൂടെ ആരുമില്ല, എന്നോട് സംസാരിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് കരയാൻ നിനക്കെന്താ അവകാശം? പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ഒരുപാട് സഹനങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ പോകേണ്ടി വരും. പക്ഷെ ഇങ്ങനെ ഒരു യാബോക്ക് നദീതീരത്ത് വെച്ച് ആരുമില്ലാത്ത ആ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഈശോയെ കാണും. ഇന്ന് രാത്രി അത് നിങ്ങൾ കാണണം. ഈ സങ്കടത്തിന്റെ പെയ്ത്തൊഴുകുന്ന ഈ രാത്രിയിൽ, ഈ ക്രിസ്തുമസ് പോലും ആനന്ദമാവില്ലെന്ന് കരുതുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈശോയെ കാണണം. മറ്റാരിലേക്കും ആശ്രയിക്കാൻ നമുക്കില്ല. നമ്മളെ രക്ഷിച്ചെടുക്കാൻ, നമ്മളെ സഹായിക്കാൻ, നമുക്ക് കൈപിടിക്കാൻ, നമ്മളെ പിന്നെ സ്നേഹിക്കാൻ നമുക്ക് മറ്റാരുമില്ല ഈശോയെ അല്ലാതെ. പലതരം ഓർത്തി പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. യാക്കോബ് ഒരു അള്ളിപ്പിടുത്തം നടത്തി. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറ്റൊരു വ്യാഖ്യാനത്തിൽ, മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് മൽപ്പിടുത്തം നടത്തി എന്നല്ല, യാക്കോബ് കർത്താവിനെ അള്ളിപ്പിടിച്ചു, എൻകൗണ്ടർ ചെയ്ത് അള്ളിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ കൈവിടില്ലെന്നല്ല, ഞാൻ കർത്താവെ നിന്നെ ഈ അള്ളിപ്പിടുത്തം വിടില്ല. കാരണം ഉൽപ്പത്തി 28:15 യാക്കോബിന്റെ ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരുന്നു, യാക്കോബെ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ കാണും, നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നവരെ ഞാൻ നിന്നെ കൈവിടില്ല. ഇവിടെ ഒരു അവസാന നിമിഷം വന്നിട്ട് യാക്കോബ് ഒരു തീരുമാനം പറയാണ്, ഞാൻ കർത്താവെ നിന്നെയും കൈവിടില്ല. കർത്താവ് ഒരു തട്ട് കൊടുത്തു, കൈ വിടുവാന്നറിയാൻ. യാക്കോബ് വിട്ടോ? ഇല്ല. രാവിലെ എഴുന്നേറ്റ് ആ സ്ഥലത്തിനൊരു പേരിട്ടു, പെനുവേൽ
ദൈവത്തിന്റെ മുഖം ഞാൻ ഇവിടെ വെച്ച് കണ്ടു. എന്നിട്ട് അതിന്റെ ക്ലൈമാക്സിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, യാക്കോബ് യാത്ര തുടർന്നു ഏസാവിനെ കാണാൻ വേണ്ടിയിട്ട്. വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷെ പോകുന്ന വഴിക്ക് യാക്കോബ് ഞൊണ്ടിയാണ് പോയത്. വൈ? കർത്താവിനെ കണ്ടു, കർത്താവിനെ അള്ളിപ്പിടിച്ചു, കർത്താവ് തൊട്ടു, കർത്താവ് തോണ്ടി, അവന്റെ കാലിന്റെ ഉളുക്ക് മാറിയില്ല. ഹെബ്രായർ 11 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യാക്കോബിന്റെ മരണത്തെക്കുറിച്ച്. യാക്കോബ് മരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം, ജോസഫിനെ അനുഗ്രഹിക്കുന്ന നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, അനുഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, വടി ഊന്നി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് യാക്കോബ് തന്റെ മരണസമയത്ത് മക്കളെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? വടി ഊന്നി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മരണസമയത്ത് യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചു. എന്തിനാ വടി ഊന്നി നിന്ന്? പ്രായമായതുകൊണ്ടൊന്നുമല്ല. പഴയ നിയമത്തിലെ വായനകളിൽ ആ പ്രായമൊന്നും ഒരു പ്രായമല്ല. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, യാക്കോബിന് ഈ ചവിട്ടും തൊഴിയും കിട്ടാനുള്ള സാധ്യത ഏകദേശം ഒരു 40-50 വയസ്സിലാണ്. പഴയ നിയമത്തിലെ പശ്ചാത്തലത്തിൽ ഒരു 120 വയസ്സ് വരെ മിനിമം ആൾക്കാർ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്, അവർ മരിക്കുന്നില്ല. ഈ മരണസമയത്ത് പോലും യാക്കോബിന്റെ ഉളുക്ക് മാറിയിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ? യാക്കോബ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണ്, ഇവന്റെ പേരിലാണ് ഇനി ഇസ്രായേലിന്റെ ചരിത്രം ഓടാൻ പോകുന്നത്. എന്നിട്ടും ഈ ഉളുക്ക് മാറിയില്ല. സത്യം എന്ന് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അൾത്താരയിൽ വെച്ച് ഈശോയെ കണ്ടാലും, ഈ ആരാധനയുടെ സമയത്ത് ഈശോയെ കണ്ടാലും, ഒരു മാനസാന്തരത്തിന്റെ രാത്രികളിൽ ഈശോയുടെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാലും, സകല സഹനങ്ങളും ഒരുപക്ഷെ അവിടെ അവസാനിക്കില്ലായിരിക്കാം. ഒരുപക്ഷെ ഈ സഹനം, നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്ന ഈ സഹനം അവസാനത്തെ ശ്വാസം വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പാതിരാത്രിക്ക് പറയാൻ പറ്റുന്ന സുവിശേഷമാണോ അച്ചോ? ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞു തരികയാണ്. അവസാന ശ്വാസം വരെ ചിലപ്പോൾ ഈ കടബാധ്യത ഉണ്ടാകും, ഈ രോഗം ഉണ്ടാകാം, ഈ കുടുംബ പ്രശ്നം ഉണ്ടാകാം. ചോദ്യം ഇതാണ്, നീ ശരിക്കുള്ള നല്ല ഒന്നാം തരം കറതീർന്ന വിശ്വാസിയാണെങ്കിൽ ഇപ്പോ നേരെ നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷെ വടി ഊന്നി നിന്നുകൊണ്ട് ആ അവസാന ശ്വാസവും ദൈവത്തെ അവൻ ആരാധിച്ചു നിന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി അല്ല, ദിസ് ഈസ് അബ്സലൂട്ട് സ്പിരിച്വാലിറ്റി. ഈ ഒരു ആത്മീയതയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് വേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഉറക്കമളച്ച രാത്രി വെറുതെ ആയിപ്പോവും. എനിക്കിത് തന്നാൽ ഞാൻ നിന്നെ ആരാധിക്കാമെന്ന് പറയുന്ന കണ്ടീഷണൽ സ്പിരിച്വാലിറ്റി അല്ല. നീ എനിക്കിത് തന്നില്ലേലും, അവസാന ശ്വാസം വരെ ഞാൻ ചോദിച്ചെന്ന് നീ ഉത്തരം തന്നില്ലേലും, എൻ്റെ കർത്താവെ, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, ഞാൻ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ? അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ? ഇവിടെ വെച്ച് ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്, നാളെ രാവിലെ ചോറ് ഉണ്ണുമ്പോഴും ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. ലെറ്റ് ഇറ്റ് കം ഫ്രം യുവർ ഹാർട്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരണമെന്ന് എപ്പോഴാണെന്നറിയോ? അത്ര വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഏറ്റവും അവസാനം ഉണ്ടായ ഒരു സങ്കടത്തെ ഓർത്തേക്കുക. അന്ന് തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒന്നാം തരം വിശ്വാസികളാണ്. ഇല്ലെങ്കിൽ ചുമ്മാ പള്ളിനിരങ്ങികളായിപ്പോ. നിങ്ങൾ ഒന്നാം തരം വിശ്വാസികളാണോ എന്ന് അറിയുന്നത് ഈ കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയി നിങ്ങളിങ്ങനെ പൊള്ളി നിൽക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് പള്ളി കയറി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാം തരം വിശ്വാസികളാണ്. എനിക്കെല്ലാം തന്നിട്ട് ഞാൻ നിന്നെ ആരാധിക്കാമെന്നല്ല, നീ എനിക്കൊന്നും തന്നില്ലേലും നീ എൻ്റെ ദൈവമായിരിക്കുന്നു പറയുന്നവനാണ് ശരിക്കുള്ള വിശ്വാസി. പറഞ്ഞേ ഹല്ലേലൂയ. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദിവസത്തെ അവസാനത്തെ കൈപിടുത്തം, കയ്യെ പിടിച്ചു. അടുത്തിരിക്കുന്ന കയ്യെപ്പിടി. മറന്നുപോയോ? കയ്യെപ്പിടി. പറ, ഈശോ നിന്നെ കൈവിടില്ല. പറഞ്ഞേ, നീ ഈശോയെയും കൈവിടരുത്. പറ ആമേൻ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു ഉറപ്പിച്ചോ, തീരുമാനമായിട്ട് എടുക്കുക. ഈശോയോട് പറയുക, ഞാൻ നിന്നെ കൈവിടില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സമയം